Welcome dear students. കഴിഞ്ഞ ZEOTS-2 ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ബോട്ടണി പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെയിൽ ഗാമറ്റോഫൈറ്റ് ഇൻ ആൻജിയോസ്പേം പ്രൊഡ്യൂസ്. ആൻജിയോസ്പേമിൻ്റെ മെയിൽ ഗാമറ്റോഫൈറ്റിനെ വിളിക്കുന്ന പേരാണ് പോളൻ ഗ്രെയിൻ. ഓരോ പോളൻ ഗ്രെയിനുള്ളിലും ആൻജിയോസ്പേമിൻ്റെ പോളൻ ഗ്രെയിനിൻ്റെ പ്രത്യേകത, പോളൻ ഗ്രെയിൻ കൺസിസ്റ്റ് ഓഫ് a large vegetative cell and a generative cell. ഇതിനകത്തുള്ള ലാർജ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് സെൽ എന്ന് വിളിക്കും. Then a small spindle shaped cell also there, that is called a generative cell. And during pollen germination, the generative cell undergo mitotic division to produce two male gametes or sperms. So, the male gametophyte or pollen grain of angiosperm produce two sperms, that is produced by the mitotic division of the generative cell, and it contains a vegetative cell. നമുക്കറിയാം, ഇൻ മോസ്റ്റ് ഓഫ് ദി ആൻജിയോസ്പേംസ് ദ പോളൻ ഗ്രെയിൻസ് ആർ റിലീസ്ഡ് ഇൻ ടു സെൽഡ് സ്റ്റേജ്, ജനറേറ്റീവ് സെല്ലും വെജിറ്റേറ്റീവ് സെല്ലും അല്ലേ. മോസ്റ്റ് 60% ഓഫ് ദി ആൻജിയോസ്പേം പോളൻ ഗ്രെയിൻസ് ആർ റിലീസ്ഡ് ഇൻ 2 celled സ്റ്റേജ് ആൻഡ് റിമൈനിങ് കേസസ് പോളൻസ് ആർ റിലീസ്ഡ് ഇൻ 3 celled സ്റ്റേജ്. അവിടെ 3 celled സ്റ്റേജിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ വെജിറ്റേറ്റീവ് സെല്ല് കാണും, 2 മെയിൽ ഗാമേറ്റ് കാണും. അല്ല 2 celled സ്റ്റേജ് ആണെങ്കിൽ വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. എന്തായാലും ഇങ്ങനെയാണെങ്കിൽ പോളൻ ജെർമിനേഷൻ്റെ ടൈം ആകുമ്പോഴേക്കും ജനറേറ്റീവ് സെല്ല് മൈറ്റോസിസ് നടന്ന് 2 മെയിൽ ഗാമേറ്റ്സ് ഉണ്ടാകുന്നു. സോ ദ പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മെയിൽ ഗാമറ്റോഫൈറ്റ് കൺസിസ്റ്റ് ഓഫ് 2 sperms ആൻഡ് എ വെജിറ്റേറ്റീവ് സെൽ. ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രൗൺ ആൽഗെ ഹാവ് motile gametes with 2 unequal laterally inserted flagella. നമ്മൾ ഓരോ ആൽഗയുടെയും ഫ്ലജല്ലേഷനെ കുറിച്ച് പഠിച്ചു. ആദ്യം ക്ലോറോഫൈസി അല്ലെങ്കിൽ ഗ്രീൻ ആൽഗയുടെ കേസ് എടുത്താൽ 2 to 8 ഈക്വൽ എപ്പിക്കലി ഇൻസേർട്ടഡ് ഫ്ലജല്ല പ്രസൻറ്റ്. 2 മുതൽ 8 വരെ ഫ്ലജല്ല വരാം. അത് ഈക്വൽ സൈസ് ഉള്ളതായിരിക്കും, എപ്പിക്കലി ഇൻസേർട്ടഡ് ആയിരിക്കും. അതേസമയം ഫിയോഫൈസിയയിൽ അഥവാ ബ്രൗൺ ആൽഗയിൽ 2 അൺഈക്വൽ ലാറ്ററലി ഇൻസേർട്ടഡ് ഫ്ലജല്ല പ്രസൻറ്റ്. സോ ഇതാണ് ഫ്ലജല്ലേഷൻ ക്ലോറോഫൈസിയയിലും അല്ലേ, ഗ്രീൻ ആൽഗയിലെയും ബ്രൗൺ ആൽഗയും. ഇനി റോഡോഫൈസി റെഡ് ആൽഗെ വരുമ്പോൾ ഫ്ലജല്ലേറ്റഡ് സ്റ്റേജ് ആബ്സെൻ്റ് ആണ്. ഫ്ലജല്ലേറ്റഡ് സ്റ്റേജ് ലൈഫ് സൈക്കിളിൽ ഇല്ല. സോ ഹിയർ ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറഞ്ഞത്? ബ്രൗൺ ആൽഗെ ഹാവ് മൊട്ടൈൽ ഗാമേറ്റ്സ് വിത്ത് 2 അൺഈക്വൽ ലാറ്ററലി ഇൻസേർട്ടഡ് ഫ്ലജല്ല. കറക്റ്റ് ഓപ്ഷനാണ്. ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചത്. Then bryophytes can live in soil but are dependent on water for fertilization. Bryophytes are commonly called amphibians of the plant kingdom because they can live on land but requires water for sexual reproduction. So that is also correct statement ആണ്. വാട്ടറിലൂടെയാണ് ആന്ത്രോസോയിഡ് സ്വിം ചെയ്ത് ആർക്കിഗോണിക്കുള്ളിലേക്ക് കിടക്കുക. Then many species of porphyra and sargassum are used as food. About 70 species of marine algae are used as food. അല്ലേ, ഫോർ എക്സാമ്പിൾ പോർഫൈറ, ലാമിനാറിയ, അൾവ, സർഗാസം, ക്ലോറല്ല എക്സെട്ര. ദെൻ റോഡോഫൈസിയെ ഡു നോട്ട് പൊസസ് എസെക്ഷൽ സ്പോർസ്. റോഡോഫൈസിയയിൽ എസെക്ഷൽ സ്പോർ പ്രസൻ്റ് ആണ് അല്ലേ. അവിടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ദ ഫോർമേഷൻ ഓഫ് നോൺ മൊട്ടൈൽ സ്പോർസ്. നോൺ മൊട്ടൈൽ ആയിട്ടുള്ള സ്പോറിൻ്റെ ഫോർമേഷൻ വഴിയാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുക. മോട്ടിലിറ്റി ഇല്ലെന്നേ ഉള്ളൂ. അപ്പോൾ അസെക്ഷൽ സ്പോർ ആബ്സെൻ്റ് എന്നുള്ളത് false ആണ്. So the incorrect or false statement among the 4 are option 4
The answer is option 4. Next question. Which is common to bryophytes and pteridophytes? Bryophytes-നും pteridophytes-നും common ആയിട്ടുള്ള ഫീച്ചർ. In all life cycle is haplontic. നമുക്കറിയാം ഹാപ്ലോണ്ടിക് അല്ല. ബ്രയോഫൈറ്റിനും ടെറിഡോഫൈറ്റിൻ്റെയും ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഹാപ്ലോ ഡിപ്ലോണ്ടിക് ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഫോൾസ് ആണ്. പ്രസൻസ് ഓഫ് വാസ്കുലാർ ടിഷ്യൂ. ബ്രയോഫൈറ്റിൽ വാസ്കുലാർ ടിഷ്യൂ ഇല്ല, ബട്ട് ടെറിഡോഫൈറ്റ്സ് ആർ വാസ്കുലാർ ക്രിപ്റ്റോഗ്യാംസ്. സോ വാസ്കുലാർ ടിഷ്യൂ പ്രസൻ്റ് ആണെന്നുള്ളതും ഫോൾസ് ആണ്. ദെൻ ഇൻ ഓൾ ദ പ്ലാന്റ് ബോഡി ഈസ് ഡിപ്ലോയിഡ് അല്ലേ. അതായത് ഗാമറ്റോഫൈറ്റ് ആണ് ബ്രയോഫൈറ്റ്സിൻ്റെ മെയിൻ പ്രിഡോമിനൻ്റ് പ്ലാന്റ് ബോഡി. അതിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്യും. എന്നാൽ ടെറിഡോഫൈറ്റ് വരുമ്പോൾ മെയിൻ പ്ലാന്റ് ബോഡി ഡിപ്ലോയിഡ് ആണ്. അതിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോതാലസ് എന്ന ഗാമറ്റോഫൈറ്റ് അഥവാ ഹാപ്ലോയിഡ് സ്റ്റേജ് ഡെവലപ്പ് ചെയ്യും. സോ അതും ഫോൾസ് ആണ്. രണ്ടിലും പ്ലാന്റ് ഡിപ്ലോയിഡ് എന്നുള്ള ഫോൾസ് ആണ്. ദെൻ സെക്സ് ഓർഗൻസ് ആർ മൾട്ടി സെല്ലുലാർ. ഇൻ ബോത്ത് ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ് ദ സെക്സ് ഓർഗൻസ് ആർ മൾട്ടി സെല്ലുലാർ ആൻഡ് ജാക്കറ്റഡ് അല്ലേ, ആൻഡ് ആർ കോൾഡ് ആന്തറിഡിയ ആൻഡ് ആർക്കിഗോണിയ. ഇൻ ബോത്ത് ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ് sex organs are multicellular and jacketed, and these sex organs are called male sex organ antheridium, female sex organ archegonium. So option 4 is the correct answer. Next question 4. Which of the following have motile isogametes? നമ്മൾ ആൽഗയുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ പഠിച്ചപ്പോൾ the fusion of gametes takes place by 3 ways: isogamy, anisogamy and oogamy. In isogamy, the isogamy is the fusion of gametes of a similar size and shape. And isogamy of motile gametes are observed in Eulothrix. Eulothrixന്റെ isogametes എന്ന് പറയുന്നത് motile ആണ് because they are flagellated. Both are similar. എന്നാൽ in ഏതിലാ Spirogyra immotile isogametes are present. Spirogyrയിൽ immotile ആണ്, നോൺ ഫ്ലജല്ലേറ്റഡ് ആണ്. അപ്പോൾ ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള ഗാമേറ്റ്സ് ഐസോഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് യൂലോത്രിക്സ് എക്സാമ്പിളാണ്. ഓപ്ഷൻ 3 ഇസ് ദ ആൻസർ. പോളിസൈഫോണിയ, പോർഫൈറ എന്നിവ റെഡ് ആൽഗയാണ്. റെഡ് ആൽഗയിൽ ഫ്ലജല്ലേറ്റഡ് സ്റ്റേജ് ആബ്സെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ റെഡ് ആൽഗെ ടേക്സ് പ്ലേസ് ബൈ ദ ഫ്യൂഷൻ ഓഫ് നോൺ മൊട്ടൈൽ ഗാമേറ്റ്സ് ആൻഡ് ഫ്യൂഷൻ ഈസ് ഊഗാമസ് അല്ലേ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ റെഡ് ആൽഗെ ആർ ഊഗാമസ്. ഊഗാമിക് എക്സാമ്പിളാണ് എല്ലാ റെഡ് ആൽഗയും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. ക്വസ്റ്റ്യൻ നമ്പർ 5. ചൂസ് ദ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് അപ്രോപ്രിയേറ്റഡ് ടു ഫിയോഫൈസിയെ. ഫിയോഫൈസിയയ്ക്ക് അപ്രോപ്രിയേറ്റ് അല്ലാത്തത് നോക്കാം. പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ സി. ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ സി ആർ ദി എന്താണ് ക്ലോറോഫിൽ പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ ബ്രൗൺ ആൽഗെ. ഗ്രീൻ ആൽഗയിൽ ക്ലോറോഫിൽ എ ബി, ബ്രൗൺ ആൽഗയിൽ ക്ലോറോഫിൽ എ സി, റെഡ് ആൽഗയിൽ ക്ലോറോഫിൽ എ ഡി. ഇനി റെഡ് ആൽഗയ്ക്ക് റെഡ് ആൽഗയ്ക്ക് റെഡ് കളറേഷൻ കൊടുക്കുന്നതിന് വേണ്ടി കാണുന്ന പിഗ്മെൻ്റാണ് ആർ ഫൈക്കോ എരിത്രിൻ. അതുപോലെ ബ്രൗൺ ആൽഗയിൽ കളർ റേഞ്ചസ് ഫ്രം ഒലിവ് ഗ്രീൻ ടു വേരിയസ് ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ ഡിപ്പെൻഡിങ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് എ സാന്തോഫിൽ പിഗ്മെൻറ്റ് കോൾഡ് ഫ്യൂക്കോസാന്തിൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ്. നെക്സ്റ്റ്, ദേ സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് മാനിറ്റോൾ ആൻഡ് ലാമിനാറിൻ അല്ലേ. ബ്രൗൺ ആൽഗെ സ്റ്റോർ food in the form of complex carbohydrates such as mannitol and laminarin. So option 2 is also correct. Then all members are oogamous. False ആണ്. In brown algae, isogamy, anisogamy and oogamy is present. Clear? In brown algae, isogamy, anisogamy and oogamy is found. And in isogamous and anisogamous species, fertilization takes place inside the water. So the fertilization is external. But in oogamous species, fertilization takes place within the oogonium. Oogamous species ആണെങ്കിൽ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഊഗോണിയത്തിനുള്ളിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ ആണ്. ക്ലിയർ? സോ ഓൾ മെമ്പേഴ്സ് oogamous എന്നുള്ള false ആണ്. Then presence of cellulose and algin in their cell wall. Cellulosic cell wall is externally coated by a coating of algin. Algin is a hydrocolloid. It's a phycocolloid that prevents the thallus from drying in low tide. Low tide വരുമ്പോൾ thallus dry ആകുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും. സോ 1, 2, 4 കറക്റ്റ് ആണ് അല്ലേ. നോട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റഡ് ടു ബ്രൗൺ algae are option 3 is the correct answer.
Next, choose the false statement regarding bryophytes. Bryophytes-നെ സംബന്ധിച്ച് false ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. Bryophytes are called amphibians of the plant kingdom. അല്ലേ? Because they can live on land but requires water for their sexual reproduction. Correct ആണ്. The main plant body of bryophyte is gamete producing and hence called a gametophyte. Correct ആണ്. Their gametophyte is heterotrophic. നമുക്കറിയാം ബ്രയോഫൈറ്റിൻ്റെ ഗാമറ്റോഫൈറ്റ് ഹെറ്ററോട്രോഫിക് അല്ല, ഓട്ടോട്രോഫിക് ആണ് അല്ലേ? ഫോട്ടോസിന്തറ്റിക് ഗാമറ്റോഫൈറ്റ് ആണ്. സോ ഓപ്ഷൻ 3 ഈസ് ഫോൾസ്. ദേ പ്രൊഡ്യൂസ് മൊട്ടൈൽ സ്പേംസ് കോൾഡ് ആന്ത്രോസോയിഡ് അല്ലേ? അവിടുത്തെ മെയിൽ ഗാമേറ്റുകളെ വിളിക്കുന്ന പേരാണ് ആന്ത്രോസോയിഡ്. അപ്പോൾ തേർഡ് ഓപ്ഷനാണ് ഫോൾസ് അല്ലേ? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. Given below are two statements. Statement 1. In brown algae vary from olive green to brown in color. In brown algae the color varies from olive green to various shades of brown. അടുത്ത statement 2. The xanthophyll pigment fucoxanthin determine the color in brown algae. And this variation in color is due to the amount of a xanthophyll pigment called fucoxanthin. Fucoxanthin എന്ന xanthophyll pigmentൻ്റെ എമൗണ്ടിൽ ഉണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ചാണ് ബ്രൗൺ ആൽഗയുടെ കളറ് ഒലിവ് ഗ്രീൻ മുതൽ ബ്രൗണിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡുകൾ വരെ കാണപ്പെടുന്നു. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അല്ലേ? ഓപ്ഷൻ 1 ആൻഡ് അല്ലേ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജെമ്മെ ആർ ദ സ്ട്രക്ചേഴ്സ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇൻ. നമ്മൾ ബ്രയോഫൈറ്റ്സ് പഠിച്ചപ്പോൾ ബ്രയോഫൈറ്റ്സിൽ 2 മേജർ ഗ്രൂപ്പ്സ് ഉണ്ട്. ഒന്ന് ലിവർ വേർഡ്സും രണ്ടാമത്തത് മോസസും. ലിവർ വേർഡ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഒന്ന് ഫ്രാഗ്മെൻറ്റേഷൻ, 2 ബൈ ദ ഫോർമേഷൻ ഓഫ് ജെമ്മെ. എന്നാൽ മോസസിലാണെങ്കിൽ അവിടെയും ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ട്. എന്നാൽ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബഡ്ഡിങ് ഇൻ സെക്കൻഡറി പ്രോട്ടോനീമ. സെക്കൻഡറി പ്രോട്ടോനീമയിൽ നടക്കുന്ന ബഡ്ഡിങ്ങിൻ്റെ ഫലമായി. സോ ജെമ്മെ ആർ ദ സ്ട്രക്ചേഴ്സ് ഓഫ് എ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇൻ ഏതിലൊക്കെയാണ്? ഒന്ന് ലിവർ വേർഡ്സിൽ ജെമ്മെ കാണപ്പെടുന്നു. ലിവർ വേർഡ്സിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? റിക്സിയ, മാർക്കാൻഷ്യ. അതേസമയം മോസസിന് എക്സാമ്പിളായി ഏതൊക്കെയാണ്? സ്പാഗ്നം, ഫ്യുണേറിയ, പോളിട്രൈക്കം തുടങ്ങിയവ പഠിച്ചു. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കൂ. ജെമ്മെ വരുന്നത് ലിവർ വേർഡ്സിലാണ്. ഫ്യുണേറിയ ഇല്ല, സ്പാഗ്നം ഇല്ല അല്ലേ, പോളിട്രൈക്കവും ഇല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 മാർക്കാൻഷ്യയാണ്. ലിവർ വേർഡ്സ് മാർക്കാൻഷ്യയിലാണ് എന്താണ് മൾട്ടി സെല്ലുലാർ green asexual buds called gemme are developed in specialized receptacles that found on the dorsal surface of the thallus. താലസിൻ്റെ ഡോട്സൽ സർഫസിലായി കാണപ്പെടുന്ന കപ്പ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സായ ജെമ്മ കപ്പിനുള്ളിൽ മൾട്ടി സെല്ലുലാർ ഗ്രീൻ എസെക്ഷൽ ബഡ്സ്, ഫിഡിൽ ഷേപ്പിലുള്ള എസെക്ഷൽ ബഡുകൾ ഫോം ചെയ്യും. ആൻഡ് ദീസ് buds are detached from the thallus and they develops into new organism. Clear? So the answer is option 3 Markantia. Next question 9. In which of the following algae flagellate stage is not expected in the life cycle? നമുക്കറിയാം ഫ്ലജല്ലേറ്റഡ് സ്റ്റേജ് ആബ്സെൻ്റ് ആയിട്ടുള്ളത് ഏതിലാണ്? റെഡ് ആൽഗയിലാണ്. ഇൻ റെഡ് ആൽഗ ഫ്ലജല്ലേറ്റഡ് സ്റ്റേജ് ആബ്സെൻ്റ് ഇൻ ദ ലൈഫ് സൈക്കിൾ. ഇവിടെ തന്നിട്ടുള്ളതിൽ റെഡ് ആൽഗയ്ക്ക് എക്സാമ്പിളായി ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ 4 പോളിസൈഫോണിയ. വോൾവോക്സ് ഗ്രീൻ ആൽഗയാണ് അല്ലേ. എക്ടോകാർപ്പസും ഡിക്റ്റിയോട്ടയും ഏതിന് എക്സാമ്പിളാണ്? ബ്രൗൺ ആൽഗയാണ്. സോ റെഡ് ആൽഗകളിലാണ് ഫ്ലജല്ലേറ്റഡ് സ്റ്റേജ് ലൈഫ് സൈക്കിളിൽ ആബ്സെൻ്റ് ആയിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 പോളിസൈഫോണിയ. Next question number 10. Pyriform cells with laterally inserted unequal flagella are seen in.
പൈറിഫോം അല്ലെങ്കിൽ പിയർ ഷേപ്ഡ് ആയിട്ടുള്ള സെല്ലുകൾ, പിയർ ഫ്രൂട്ട് പോലെ ഇരിക്കും. ദെൻ 2 അൺഈക്വൽ ഫ്ലജല്ല, എപ്പിക്കലല്ല ലാറ്ററലി ഇൻസേർട്ടഡ് ആയിട്ടുള്ള ഒരു ലോങ് ഫ്ലജല്ല, വിപ്ലാഷ് ഫ്ലജല്ലവും ഒരു സ്മോൾ ഫ്ലജല്ല, ടിൻസെൽ. വിപ്ലാഷ് എന്നും ടിൻസെൽ എന്നും പറയുന്ന 2 അൺഈക്വൽ ഫ്ലജല്ലകൾ, പൈറിഫോം ഷേപ്പും വരുന്നത് ഏതിലൊക്കെയാണ്? ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ സൂസ്പോസ് ആൻഡ് ഗാമേറ്റ്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ്, ഐസോഗാമസിലും. സൂസ്പോസ് ആൻഡ് ഗാമേറ്റ്സ് ഓഫ് ഏതിലാണ്? ബ്രൗൺ ആൽഗെ, ഫിയോഫൈസിയിലാണ്. ബ്രൗൺ ആൽഗയിലാണ് പിയർ ഷേപ്പിലുള്ള ഗാമേറ്റുകളോ 2 അൺഈക്വലായിട്ടുള്ള ലാറ്ററലി ഇൻസേർട്ടഡ് ഫ്ലജല്ലയും വരുന്നത്. ക്ലിയർ? അപ്പോൾ അത് സൂസ്പോസിലും വരാം, ഗാമേറ്റ്സിലും വരാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ എക്സാമ്പിൾ ബ്രൗൺ ആൽഗയ്ക്കുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ ഫ്യൂക്കസ് ആണ്. ഫ്യൂക്കസ് ഒരു ബ്രൗൺ ആൽഗയാണ്. എന്നാൽ അടുത്ത് നോക്കൂ, പോളിസൈഫോണിയ റെഡ് ആൽഗെ അല്ലേ, പോർഫൈറ ഓൾസോ റെഡ് ആൽഗെ, യൂലോത്രിക്സ് ഗ്രീൻ ആൽഗയാണ്. സോ പോളിസൈഫോണിയയിലും പോർഫൈറയിലും ഫ്ലജല്ലേറ്റഡ് സ്റ്റേജ് ഇല്ല. യൂലോത്രിക്സിലാണെങ്കിലോ 2 മുതൽ 8 വരെ ഈക്വൽ സൈസ് ഉള്ളതും എപ്പിക്കലി ഇൻസേർട്ടഡ് ആയിട്ടുള്ളതുമായ ഫ്ലജല്ലയാണ് ഗാമേറ്റ്സിലോ സ്പോറിലോ കാണപ്പെടുന്നത്. ക്ലിയർ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1, ഫ്യൂക്കസ്. ക്വസ്റ്റ്യൻ നമ്പർ 11. Which among the following is not incorrect for red algae? റെഡ് ആൽഗയ്ക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, നോട്ട് ഇൻകറക്റ്റ്. റെഡ് ആൽഗയ്ക്ക് ഇൻകറക്റ്റ് അല്ലാത്തത് ഏത്? നോക്കാം. അപ്പോൾ മോസ്റ്റ്ലി യൂണിസെല്ലുലാർ എന്നുള്ളത് റെഡ് ആൽഗയെ സംബന്ധിച്ച് ഇൻകറക്റ്റാണ്. ഇൻകറക്റ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്? നോട്ട് ഇൻകറക്റ്റ്. ബിക്കോസ് ഇൻ റെഡ് ആൽഗെ ദ താലസ് ഈസ് മൾട്ടി സെല്ലുലാർ അല്ലേ? റെഡ് ആൽഗയുടെ താലസ് മൾട്ടി സെല്ലുലാറാണ്, മൾട്ടി സെല്ലുലാർ താലസ് ആണ്. സോ മോസ്റ്റ്ലി യൂണിസെല്ലുലാർ എന്നുള്ളത് ഇൻകറക്റ്റ് ആണ്, ഫസ്റ്റ് ഓപ്ഷൻ. 2, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് oogamous കോംപ്ലക്സ്ഡ് വിത്ത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ്. ഇൻ അല്ലേ റെഡ് ആൽഗെ sexual reproduction takes place by the fusion of non-motile gametes and sexual reproduction is oogamous. Sexual reproduction നടക്കുന്നത് നോൺ മൊട്ടൈൽ ആയിട്ടുള്ള ഗാമേറ്റ്സിൻ്റെ ഫ്യൂഷൻ വഴിയാണ്. കൂടാതെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഊഗാമിയാണ്, ഊഗാമസ് ആണ്. സോ അത് കറക്റ്റാണ് അല്ലേ? ദെൻ മൊട്ടൈൽ സ്ട്രക്ചേഴ്സ് ആർ കോമൺ. മൊട്ടൈൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്, സോ ഇൻകറക്റ്റ് ആണ്. സെൽ വോൾ ലാക്ക് പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ്, സെൽ വോളിൽ പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ് പ്രസൻ്റ് ആണ്, സോ അത് രണ്ടും ഇൻകറക്റ്റ് ആണ്. സോ which among the following statement is not incorrect regarding red algae is sexual reproduction അല്ലെ? അതായത് കറക്റ്റ് ഈസ്, നോട്ട് ഇൻകറക്റ്റ് മീൻസ് കറക്റ്റ്. ഏതാ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് oogamous type and that is complex with അല്ലെ complex post fertilization events takes place in the life cycle of red algae. So the option 2 is the correct answer. Next question. Which of the following degenerate in the embryo sac after double fertilization in angiosperms? ആൻജിയോസ്പേമിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ, ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സ് നമുക്കൊന്ന് നോക്കാം. അതായത് അതിൽ എഗ്ഗിനെ അല്ലേ, വൺ ഓഫ് ദ മെയിൽ ഗാമേറ്റ് ഫെർട്ടിലൈസസ് ദ എഗ്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സിംഗമി. That results in the formation of a zygote. സെക്കൻഡ് ഫ്യൂഷൻ, ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടായി. രണ്ടാമത്തെ ഫ്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ ട്രിപ്പിൾ ഫ്യൂഷൻ. അതായത് സെൻട്രൽ സെല്ലിനകത്തുള്ള 2 പോളാർ ന്യൂക്ലിയസുകളോ അല്ലെങ്കിൽ ആ പോളാർ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന സെക്കൻഡറി ന്യൂക്ലിയസിനെ അല്ലേ മറ്റൊരു മെയിൽ ഗാമേറ്റ് ഫെർട്ടിലൈസ് ചെയ്യും. ഈ പ്രോസസ്സിൽ 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, സെക്കൻഡറി ന്യൂക്ലിയസ് ആയാൽ അത് 2n ആയി. ക്ലിയർ? അപ്പോൾ സെക്കൻഡറി ന്യൂക്ലിയസ് 2n + n, അപ്പോൾ ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. ഇതാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പോൾ സിംഗമിയുടെ പ്രോഡക്റ്റായ സൈഗോട്ട് ഫെർട്ടിലൈസേഷൻ നടന്നാൽ എംബ്രിയോ ആയി മാറും. ട്രിപ്പിൾ ഫ്യൂഷൻ്റെ പ്രോഡക്റ്റായ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അതിരിക്കുന്ന സെൻട്രൽ സെല്ല്, ദാറ്റ് ബിക്കം പ്രൈമറി എൻഡോസ്പേം സെൽ, ദാറ്റ് റിപ്പീറ്റഡ്ലി ഡിവൈഡ് ആൻഡ് ഫോം എ ന്യൂട്രിറ്റീവ് ടിഷ്യൂ കോൾഡ് എൻഡോസ്പേം. ഓൾ അതർ സെൽസ്, അതായത് ഇനി എംബ്രിയോ സാക്കിനകത്തുള്ളത് സിനർജിഡ്സ് ഉണ്ട്,
രണ്ട് സിനർജിഡ്സ് ഉണ്ട്, പിന്നെ എന്താണ് 3 ആൻറ്റിപോഡൽ സെൽസ് ഉണ്ട്. ആൻറ്റിപോഡൽസ്. ഈ സിനർജിഡ്സും ആൻറ്റിപോഡൽസും വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഈസ് ദേ ഡീജനറേറ്റഡ്. So the structures that degenerated in the embryo sac after fertilization are synergids and antipodals. So the answer is option 4. Correct answer. Okay. Next question. Double fertilization is the unique feature of. Double fertilization means the fertilization involves 2 types of fusion. First one is singamy and second one is triple fusion. Only the angiospermic group possess 2 fusions in their fertilization. So double fertilization is the unique feature of which group of plant? Angiosperms. The answer is option 2. Then choose the option. Next question, question number 14. Choose the option that contain correct match. Giant brown algae. Giant brown algae are commonly called kelps. So option 1C. Next, രണ്ടാമത്തെ നോക്കൂ. Volvox. Volvox എന്ന് പറയുന്നത് it is a colonial green algae. So option 2 ഏതാ? E. Then third നോക്കൂ. Cara. അല്ലേ? കാരയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര ഈസ് എ മെമ്പർ ഓഫ് ക്ലോറോഫൈസിയെ. സോ 3 ഈസ് ഓപ്ഷൻ എ. ദെൻ സ്പൈറോഗൈറ. സ്പൈറോഗൈറ അല്ലേ, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ക്ലോറോഫൈസി അപ്രോപ്രിയേറ്റ് ആണ്, അതല്ല നമുക്കറിയാം ഫിലമെൻ്റസ് ആൽഗയാണ്. സോ എഫ്. ദെൻ കാരജിൻ പ്രസൻറ്റ് ഇൻ വിച്ച് ആൽഗെ? റെഡ് ആൽഗെ അല്ലേ. റെഡ് ആൽഗയുടെ റോഡോഫൈസിയുടെ ഫീച്ചറാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 3 വരുമ്പോൾ അത് ഫിലമെൻ്റസ് അല്ല, അപ്പോൾ നമുക്ക് ക്ലോറോഫൈസിയെ സെലക്ട് ചെയ്യാം. പിന്നെന്താണ്? സ്പൈറോഗൈറ, അത് ക്ലോറോഫൈസിയൻ ആൽഗയാണ്, പക്ഷേ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയി ക്ലോറോഫൈസിയിൽ തന്നെ ഫിലമെൻ്റസ് ഫോമിന് എക്സാമ്പിളാണ്. സോ ദ ആൻസർ 1C, 2E അല്ലേ, 3A, 4F ആൻഡ് 5D. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. Which of the given genera is homosporous? നമുക്കറിയാം മജോറിറ്റി ടെറിഡോഫൈറ്റുകളും അല്ലേ, ടെറിഡോഫൈറ്റ്സ് ആണ് ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യം പറയുന്നു. മജോറിറ്റി ടെറിഡോഫൈറ്റ്സ് ആർ എങ്ങനെയുള്ളതാ? ഹോമോസ്പോറസ്. ഹോമോസ്പോറസ് ആയിട്ടുള്ള സ്പീഷീസിന് എക്സാമ്പിളാണ് ഏതൊക്കെയാ? ലൈക്കോപോഡിയം, ഇക്യൂസിറ്റം, ടെറിസ്, ഡ്രയോപ്റ്ററിസ്, അഡിയാൻഡം അല്ലേ, എക്സെട്ര. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള എക്സാമ്പിൾസാണ്. എന്നാൽ സം മെമ്പേഴ്സ് ആർ ഹെറ്ററോസ്പോറസ്. ഹെറ്ററോസ്പോറസ് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്സിന് എക്സാമ്പിളാണ് ഏതൊക്കെയാ? സെലാജിനെല്ല, സാൽവീനിയ, മാർസീലിയ തുടങ്ങിയവ. അപ്പോൾ ഹെറ്ററോസ്പോറസ് ആണ് ചോദിച്ചെങ്കിൽ ബോത്ത് 2 and 3 നമുക്ക് പറയാം. സെലാജിനെല്ലയും സാൽവീനിയും ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാ? ഹോമോസ്പോറസ് ടെറിഡോഫൈറ്റ്സ്. സോ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഏതാ? ലൈക്കോപോഡിയം, ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Conifers adapted to tolerate extreme environmental condition. അതായത് the leaves of gymnosperms are able to withstand extremes of temperature, humidity, wind, etc. അല്ലേ, ടെമ്പറേച്ചറിൻ്റെ എക്സ്ട്രീംസിനെ, വിൻഡിൻ്റെ, ഹ്യൂമിഡിറ്റിയുടെ ഒക്കെ റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി എന്തിൻ്റെ ലീവ്സിന്? ജിംനോസ്പേമുകളുടെ ലീഫിനുണ്ട്, നമ്മൾ പഠിച്ചു. അതിൽ ഫോർ എക്സാമ്പിളായി നീഡിൽ ലൈക്ക് ലീവ്സ് ഇൻ കോണിഫേഴ്സ്, ഫോർ എക്സാമ്പിൾ പൈനസ്, ആർ എന്താണ്? ഹാവിങ് റെഡ്യൂസ്ഡ് സർഫസ് ഏരിയ. നീഡിൽ പോലെ ഇരിക്കുമ്പോൾ സർഫസ് ഏരിയ വളരെ റെഡ്യൂസ്ഡ് ആണ്. 2 സങ്കൺ സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ പ്രസൻറ്റ് ഇൻ ദി സങ്കൺ ക്യാവിറ്റീസ് ഓഫ് ദി എപ്പിഡെർമിസ് ആൻഡ് ഓൾസോ തിക്ക് ക്യൂട്ടിക്കുലാർ കവറിങ് ഹെൽപ്പ് ടു റെഡ്യൂസ് ഓർ പ്രിവെൻറ്റ് വാട്ടർ ലോസ്. അപ്പോൾ എന്താണ്? സങ്കൺ സ്റ്റൊമാറ്റ, അതുപോലെ തന്നെ തിക്ക് ക്യൂട്ടിക്കിൾ
reduced surface area. Broad and hardy leaves false ആണ്. Broad അല്ല. Needle like leaves in pinus അല്ലെങ്കിൽ conifers having reduced surface area, sunken stomata and thick cuticle helps to reduce water loss. So the answer both 2 and 3, option 4 is the correct answer. Next question, question number 17. In pinus, microsporangiate is. അതായത് the reproductive structures in gymnosperms are called cones or strobili or lacs. A lax or cone consists of many sporophylls spirally arranged around an axis. ഒരു കോൺ ആക്സിസിന് ചുറ്റും സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള സ്പോറോഫില്ലുകൾ ചേരുമ്പോഴാണ് ദാറ്റ് ഓർഗനൈസ്ഡ് ഇൻ ടു എ കോൺ. ദാറ്റ് ഈസ് ദ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഇൻ ജിംനോസ്പെർം. ഇനി കോൺസ് രണ്ട് തരത്തിലുണ്ട്, മെയിൽ കോണും ഫീമെയിൽ കോണും. മൈക്രോസ്പോറോഫിൽസ് ഒരു കോൺ ആക്സിസിന് ചുറ്റും സ്പൈറലി അറേഞ്ച് ചെയ്താൽ മെയിൽ കോൺ ഫോം ചെയ്യുന്നു. സോ എ കോൺ ബിയറിംഗ് മൈക്രോസ്പോറോഫിൽസ് ആൻഡ് മൈക്രോസ്പൊറാഞ്ചി ആർ കോൾഡ് മെയിൽ കോൺ or male strobilus or male lax or it is called a microsporangiate. So male cone വിളിക്കുന്ന പേരാണ് microsporangiate. Similarly, എന്താണ് many megasporophylls spirally arranged around an axis form എന്താണ് female cone. So the cone bearing megasporophylls and megasporangia or ovules are called a female cone or female lax or എന്താണ് female strobilus or megasporangiate. So male cone is otherwise called a microsporangiate and female cone is otherwise called a megasporangiate. Megasporangium ovule ആണ്. Clear? So the answer is option 1, microsporangiate is male cone. Next question ലേക്ക് പോവാം. Question number 18. Small, multicellular, free-living, mostly photosynthetic gametophyte produced by the germination of a spore in pteridophyte. അല്ലേ, pteridophyteൽ sporophyte ആണ് മെയിൻ പ്ലാന്റ് ബോഡി. Why it is called sporophyte? Because it reproduces by the formation of spore. ഇനി നമുക്കറിയാം സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആണ്. ഡിപ്ലോയിഡ് പ്ലാന്റുകളെയാണ് സ്പോറോഫൈറ്റ് എന്ന് വിളിക്കുക. ബിക്കോസ് ദേ റീപ്രൊഡ്യൂസസ് ബൈ ദ ഫോർമേഷൻ ഓഫ് സ്പോർസ്. അപ്പോൾ സ്പോറോഫൈറ്റിൽ സ്പൊറാഞ്ചിയങ്ങളുണ്ടാവും സ്പോറോഫിൽസിൽ. ആ സ്പൊറാഞ്ചിയത്തിനകത്തുള്ള സ്പോർ മദർ സെല്ലുകളിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്നുണ്ടാകുന്ന സ്പോർ മിയോസിസ് നടന്നിട്ടാണ് അല്ലേ സ്പോർ മദർ സെൽ. സ്പോറോഫൈറ്റ് ആയതുകൊണ്ട് ഡിപ്ലോയിഡാണ്. എന്ത് നടക്കും? മിയോട്ടിക് ഡിവിഷൻ നടന്നാൽ ഉണ്ടാകുന്ന ഹാപ്ലോയിഡ് സ്ട്രക്ചേഴ്സാണ് സ്പോർസ്. ഈ ഹാപ്ലോയിഡ് സ്പോറുകളുടെ ജെർമിനേഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന മൾട്ടി സെല്ലുലാർ ഗ്രീൻ അല്ലേ മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് ഓർ സാപ്രോഫൈറ്റിക്, മെജോറിറ്റിയും ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും, സംടൈംസ് സാപ്രോഫൈറ്റിക്. എന്താണ്? മൾട്ടി സെല്ലുലാർ സ്മോൾ ഇൻകൺസ്പിക്യുവസ് ഗ്രീൻ താലോയിഡ് സ്ട്രക്ചർ. ദിസ് ഈസ് കോൾഡ് പ്രോതാലസ്. പ്രോതാലസ് ഈസ് ദ multicellular, small, inconspicuous, green, mostly photosynthetic or sometimes saprophytic thalloid structure. It is free-living thalloid structure produced by the germination of a haploid spore. അപ്പോൾ ടെറിഡോഫൈറ്റിൻ്റെ എന്താണ് സ്പോർ പിടിച്ചുണ്ടാകുന്ന ഇത്തരം സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് പ്രോതാലസ്. പ്രോതാലസ് റെപ്രസെൻറ്റ് ദ ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ. പ്രോതാലസ് എന്ന് പറയുന്നത് എന്തോന്നാണ്? ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ ആണ്. സോ ഇറ്റ് ബിയർ സെക്സ് ഓർഗൻ കോൾഡ് ആന്ത്രിഡിയ ആൻഡ് ആർക്കിഗോണിയ. ഹോമോസ്പോറസ് ടെറിഡോഫൈറ്റുകളാണെങ്കിൽ ഒരൊറ്റ ടൈപ്പ് സ്പോറേ ഉണ്ടാവൂ. ആ സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് പ്രോതാലസ് ഉണ്ടാകുന്നു. ദാറ്റ് പ്രോതാലസ് ബിയർ ബോത്ത് ആർക്കിഗോണിയ ആൻഡ് ആന്ത്രിഡിയ. അതിൽ ആർക്കിഗോണിയങ്ങളും ആന്ത്രിഡിയങ്ങളും കാണും. സോ ഹോമോസ്പോറസ് സ്പീഷീസുകളുടെ പ്രോതാലസുകൾ മൊണീഷ്യസ് ആയിരിക്കും. ആർക്കിഗോണിയയും സെയിം പ്രോതാലസിൽ തന്നെ ഡെവലപ്പ് ചെയ്യും. എന്നാൽ ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റുകളിലാണെങ്കിൽ അവിടെ ആന്ത്രിഡിയ അല്ലേ മെയിൽ പ്രോതാലസിലും ആർക്കിഗോണിയ ഫിമെയിൽ പ്രോതാലസിലും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ മൈക്രോസ്പോറും മെഗാസ്പോറും ഉണ്ട്. അതിൻ്റെ ജെർമിനേഷൻ നടന്നുണ്ടാകുന്ന മെയിൽ പ്രോതാലസ് ആൻഡ് ഫിമെയിൽ പ്രോതാലസ് റെസ്പെക്റ്റീവ്ലി. സോ ഏതിൻ്റെ കേസിലാണെങ്കിൽ ഹെറ്ററോസ്പോറസിൽ രണ്ടും ഡിഫറൻറ്റ് പ്ലാന്റുകൾ ഉണ്ടാകുന്നു പ്രോതാലസുകൾ. ഏതൊക്കെ? ആന്ത്രിഡിയ ആർക്കിഗോണിയ.
സോ ഇറ്റ് ഈസ് ഡയേഷ്യസ്. എനിവേ സ്പോറിൻ്റെ ജെർമിനേഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന ആ ഗാമറ്റോഫൈറ്റിക് സ്ട്രക്ചറാണ് പ്രോത്താലസ്. ക്ലിയർ? ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. മൾട്ടിസെല്ലുലാർ ആൻഡ് ബ്രാഞ്ച്ഡ് റൈസോയിഡ്സ് പ്രസൻറ്റ് ഇൻ. മൾട്ടിസെല്ലുലാർ ആയിട്ടുള്ളതും ബ്രാഞ്ച്ഡ് ആയിട്ടുള്ളതുമായ റൈസോയിഡുകൾ എവിടെ കാണപ്പെടും? നമ്മൾ 2 ഗ്രൂപ്പുകൾ പഠിച്ചു, ലിവർ വേർഡ്സും പഠിച്ചു, മോസസും പഠിച്ചു അല്ലേ. ഇൻ ലിവർ വേർഡ്സ് unicellular rhizoids are present. The plant body in Bryophyta, the plant body is attached to the substratum by means of specialized structures called rhizoids. Root-like structures ആയ റൈസോയിഡുകളാണ് പ്ലാന്റ് ബോഡിയെ സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച്മെൻറ്റിന് സഹായിക്കുന്നത്. അതിൽ യൂണിസെല്ലുലാർ റൈസോയിഡ്സ് ആർ പ്രസൻറ്റ് ഇൻ ലിവർ വേർഡ്സ്, വൈൽ അല്ലേ ഇൻ മോസസ് റൈസോയിഡ്സ് ആർ മൾട്ടിസെല്ലുലാർ ആസ് വെൽ ആസ് ബ്രാഞ്ച്ഡ്. മൾട്ടിസെല്ലുലാർ ആയിട്ടുള്ളതും ബ്രാഞ്ച്ഡ് ആയിട്ടുള്ളതുമായ റൈസോയിഡുകളാണ് എവിടെ വരിക? മോസസിൽ വരിക. നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ പഠിച്ചതാണ്. റെക്സിയ, മാർക്കാൻഷ്യ തുടങ്ങിയവ ലിവർ വേർഡ്സ് ആണ്. സ്പാഗ്നം, പോളിട്രൈക്കം, ഫ്യൂണേറിയ തുടങ്ങിയവ ഏതിന് എക്സാമ്പിളാണ്? മോസസിനും എക്സാമ്പിളാണ്. സോ ഇവിടെ ഏതാണ് മൾട്ടി സെല്ലുലാർ ബ്രാഞ്ച്ഡ് റൈസോയിഡ് വരുന്നത്? മോസസിലല്ലേ. പോളിട്രൈക്കം എക്സാമ്പിളായിട്ടുണ്ട്. അതേസമയം റിക്സിയ, മാർക്കാൻഷ്യ എന്നിവ ലിവർ വേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ യൂണിസെല്ലുലാർ ആയിരിക്കും. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 പോളിട്രൈക്കം വിച്ച് പൊസസ് മൾട്ടി സെല്ലുലാർ ബ്രാഞ്ച്ഡ് റൈസോയിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20. കോറലോഡ് റൂട്ട്സ് ഓഫ് എ സൈക്കസ് ആർ യൂസ്ഫുൾ ഇൻ. അതായത് അല്ലേ ഇൻ സൈക്കസ് there are some negatively geotrophic roots present called coralloid roots which contain nitrogen fixing cyanobacteria. They contain symbiotic association of nitrogen fixing cyanobacteria such as nostoc. അപ്പോൾ they help in nitrogen fixation. Coralloid roots are in എന്താണ് സൈക്കസ് ആർ കൺസേൺഡ് വിത്ത് നൈട്രജൻ ഫിക്സേഷൻ. അതേസമയം പൈനസിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം പൈനസിൻ്റെ റൂട്ടുമായി ഫംഗൽ അസോസിയേഷൻ കാണാം. ആൻഡ് സച്ച് അസോസിയേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആൻഡ് ഫഞ്ചൈ ആർ കോൾഡ് മൈക്കോറൈസ. സോ മൈക്കോറൈസൽ അസോസിയേഷൻ സീൻ ഇൻ എന്താണ് ഫഞ്ചൈ. ക്ലിയർ? ഇവിടെ കോറലോഡ് റൂട്ട്സ് സൈക്കസിലാണ്, ദാറ്റ് ഇൻവോൾവ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 21. ചൂസ് ദ ഫീച്ചർ നോട്ട് ആപ്ലിക്കബിൾ ടു പ്രോത്താലസ്. പ്രോത്താലസിന് ആപ്ലിക്കബിൾ അല്ലാത്ത ഫീച്ചർ പറയും. ഗ്രോ ഇൻ കൂൾ ഡാംപ് ഷെയ്ഡി പ്ലേസസ്. നമുക്കറിയാം മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ളതും സ്മോൾ ഇൻകോൺസ്പിക്വസ് അല്ലേ താലോയിഡ്, മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് ഓർ സാപ്രോഫൈറ്റിക് സ്ട്രക്ചർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ജെർമിനേഷൻ ഓഫ് എ ഹാപ്ലോയിഡ് സ്പോർ ഓഫ് ഏതിൻ്റെ ടെറിഡോഫൈറ്റ്, ദാറ്റ് ഈസ് കോൾഡ് പ്രോത്താലസ്. പ്രോത്താലസ് റിക്വയർസ് cool, damp, shady soil condition to survive. Because of these specific requirement and need of water, also they need water for their sexual reproduction. So pteridophytes are limited and restricted to narrow geographical region. So first option, the Prothallus grow in cool, damp, shady places, correct ആണ്. Prothallus gametophytic generation ആണ്. So it be a എന്താണ് Antheridia and Archegonia to maturity. ദെൻ ഡിപ്ലോയിഡ്, നമുക്കറിയാം പ്രോത്താലസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്, ഗാമറ്റോഫൈറ്റ് ആണ് അല്ലേ, ഗാമേറ്റ് പ്രൊഡ്യൂസിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഗാമേറ്റ് പ്രൊഡ്യൂസിങ് പ്ലാന്റുകളെല്ലാം എങ്ങനെയായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. ഡിപ്ലോയിഡ് എന്നുള്ള ഓപ്ഷനാണ് ഫോൾസ്. ഫോട്ടോസിന്തറ്റിക് ഓർ സാപ്രോഫൈറ്റിക്കും കറക്റ്റാണ്. സോ ദി അല്ലേ ഫീച്ചർ വിച്ച് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു പ്രോത്താലസ് ഈസ് ഓപ്ഷൻ ഏതാണ്? 4 ഡിപ്ലോയിഡ്. സോ ദ ആൻസർ ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ഡിപ്ലോയിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ബിയർ ആർക്കിഗോണിയ? നമ്മൾ കണ്ടു ആൽഗയിൽ എന്താണ് മെയിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ എന്താണ് ജാക്കറ്റഡ് അല്ല. അവിടെ ചിലതിൽ നിങ്ങൾ ഇപ്പോൾ ക്യാര പഠിക്കുമ്പോൾ അവിടെ അല്ലേ ആന്തറിഡിയം അല്ലെങ്കിൽ ഗ്ലോബ്യൂൾ എന്നും ഊഗോണിയം അല്ലെങ്കിൽ ന്യൂക്യൂൾ എന്നും വിളിക്കും. അപ്പോൾ ഊഗോണിയവും ആന്തറിഡിയും ഒക്കെയാണ് അവിടുത്തെ സെക്സ് ഓർഗൻ. എന്നാൽ ബ്രയോഫൈറ്റയിലെ മെയിൽ സെക്സ് ഓർഗൻ ആന്തറിഡിയം, ഫിമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയം. ടെറിഡോഫൈറ്റിലും മൾട്ടി സെല്ലുലാർ ജാക്കറ്റഡ് സെക്സ് ഓർഗനായ മെയിൽ സെക്സ് ഓർഗൻ ആന്തറിഡിയം, ഫിമെയിൽ സെക്സ് ഓർഗൻ ഊഗോണിയം. എന്നാൽ ഏത് വരുമ്പോൾ ജിംനോസ്പേംസിലാണെങ്കിലോ അവിടെ
മെയിൽ ഗാമറ്റോഫൈറ്റ് പോളൻ ഗ്രെയിനാണ്, അതിനകത്ത് മെയിൽ ഗാമേറ്റ് ഫോം ചെയ്യും ഏതിൻ്റെ ജനറേറ്റീവ് സെല്ലിൻ്റെ ഡിവിഷൻ വഴി. എന്നാൽ ഫിമെയിൽ സെക്സ് ഓർഗൻ അവിടെ ഫിമെയിൽ ഗാമറ്റോഫൈറ്റിൽ ആർക്കിഗോണിയം തന്നെയാണ്. ജിംനോസ്പേം വരുമ്പോൾ അവിടെ ഫിമെയിൽ ഗാമറ്റോഫൈറ്റ് എംബ്രിയോ സാക്കാണ് വിച്ച് പ്രൊസസ് എഗ്. എനിവേ ഇവിടെ ആർക്കിഗോണിയങ്ങൾ കാണപ്പെടുന്ന ഗ്രൂപ്പുകൾ ബ്രയോഫൈറ്റ്സിലുണ്ട്, ടെറിഡോഫൈറ്റ്സിലുണ്ട്, ജിംനോസ്പേംസിലുണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഫസ്റ്റ് ഗ്രൂപ്പ് വരുമ്പോൾ ആൽഗയിൽ ആർക്കിഗോണിയം ഇല്ല, സെക്കൻഡിൽ ആൽഗെ വരുന്നു, അതിലില്ല. തേർഡ് വരുമ്പോൾ ആൻജിയോസ്പേംസ് വരുന്നു, അതിലില്ല. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഡിപ്ലോണ്ടിക് ആൽഗെ. നമുക്കറിയാം മെജോറിറ്റി ആൽഗെ ആർ ഹാപ്ലോണ്ടിക്. എക്സാമ്പിളായി പറഞ്ഞാൽ സ്പൈറോഗൈറ, വോൾവോക്സ്, ക്ലോറല്ല, അല്ലേ, യൂലോത്രിക്സ്, ഈഡഗോണിയം, ഇതൊക്കെ ക്ലാമിഡോമോണസ്, ഇതെല്ലാം ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ്. ബിക്കോസ് മേജർ ഫേസ് ഈസ് ഹാപ്ലോയിഡ്. ഓൺലി ഡിപ്ലോയിഡ് ഫേസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സിംഗിൾ സെൽഡ് സൈഗോട്ട്. എന്നാൽ ആൻജിയോസ്പേമിൻ്റെയും ജിംനോസ്പേമിൻ്റെയും സീഡ് പ്ലാന്റുകൾ എക്സിബിറ്റ് ചെയ്യുന്ന ലൈഫ് സൈക്കിളാണ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. എന്നാൽ ചില എക്സെപ്ഷണൽ ആൽഗകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഫ്യൂക്കസ്, ഇറ്റ് ഈസ് എ ബ്രൗൺ ആൽഗെ ദാറ്റ് എക്സിബിറ്റ് എന്താണ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. അതുപോലെ തന്നെ മറ്റൊരു എന്തുണ്ട്, ഗ്രീൻ ആൽഗയുണ്ട്. ഫ്യൂക്കസിനെ പോലെ എന്താണ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എക്സിബിറ്റ് ചെയ്യുന്ന മറ്റൊരു ഗ്രീൻ ആൽഗയാണ് ക്ലാഡോഫോറ. ഫ്യൂക്കസ് ബ്രൗൺ ആൽഗയാണ്. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ പോളിസൈഫോണിയ, വോൾവോക്സ്, എക്ടോകാർപ്പസ്. പോളിസൈഫോണിയയിൽ നമുക്കറിയാം ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ്. എക്ടോകാർപ്പസിലും അത് തന്നെയാണ്. അതായത് എക്ടോകാർപ്പസ്, പോളിസൈഫോണിയ, കെൽപ്സ് എന്നിവയിൽ ഹാപ്ലോ ഡിപ്ലോണ്ടിക്കാണ്. എന്നാൽ ഫ്യൂക്കസ്, ക്ലാഡോഫോറ, അസറ്റാബുലോറിയ തുടങ്ങിയ ആൽഗകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ലൈഫ് സൈക്കിൾ ഡിപ്ലോണ്ടിക്കാണ്. വോൾവോക്സ് ഗ്രീൻ ആൽഗയാണ്, അല്ലേ, ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ്. സോ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഡിപ്ലോണ്ടിക് ആൽഗ ഏതാണ്? ഫ്യൂക്കസ്. ആൻസർ ഈസ് ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24. വിച്ച് ഈസ് ട്രൂ ഫോർ സെക്സ് ഓർഗൻസ് ഇൻ ബ്രയോഫൈറ്റ്. ബ്രയോഫൈറ്റ്സിൻ്റെ സെക്സ് ഓർഗൻസിനെ സംബന്ധിച്ച് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. The male sex organs are called antheridium and produce biflagellated antherozoid. അല്ലേ, antheridium is the male sex organ which produce biflagellated antherozoids. Correct ആണ്. Then female sex organ is called archegonium and produce non-flagellated egg. അല്ലേ, അതിനകത്ത് archegonium female sex organ ആണ് which produce non-flagellated egg. Sex organs are multicellular and jacketed. അതും correct ആണ്. Then so the answer is all of the above, option 4. എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ഏതിനെ സംബന്ധിച്ച് ബ്രയോഫൈറ്റ്സിൻ്റെ സെക്സ് ഓർഗനെ സംബന്ധിച്ച് ട്രൂ ആണ്. സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25. Given below are two statements. Statement 1, in gymnosperms the male and female gametophyte have an independent existence. നോക്കൂ, in gymnosperms both in gymnosperms and angiosperm, male and female gametophyte do not have any independent free living existence. Pollen grain ആ ഏതിനുള്ളിൽ, അല്ലേ, മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ചെറിയ റെഡ്യൂസ്ഡ് സ്ട്രക്ചറാണ്. ഫിമെയിൽ ഗാമെറ്റോഫൈറ്റ് ഓവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയത്തിനുള്ളിലുള്ള ഹൈലി റെഡ്യൂസ്ഡ് സ്ട്രക്ചറാണ്. സോ ഇൻ ബോത്ത് ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേം, male and female gametophytic generation do not have any independent free living existence and they remain within the parent sporophyte. ഇവിടെ നോക്കൂ, the multicellular female gametophyte is retained within the megasporangium. In the light of above statement, choose the most appropriate answer from the option given below. നമുക്കറിയാം ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് മെയിലും ഫിമെയിൽ ഗാമെറ്റോഫൈറ്റ് ഹാവ് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. നമുക്കറിയാം ഒരിക്കലും ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. കാരണം ദേ ആർ റീറ്റെയിൻഡ് വിത്തിൻ ദ പാരൻറ്റ് സ്പോറോഫൈറ്റ്. ഉദാഹരണമായി ഫിമെയിൽ ഗാമെറ്റോഫൈറ്റ് റീറ്റെയിൻഡ് വിത്തിൻ ദ മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഓവ്യൂൾ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, ഓപ്ഷൻ 1 ഇൻകറക്റ്റ് ആണ്. സോ ദ ആൻസർ ഈസ് ഏതാണ്? ഓപ്ഷൻ 4. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് 2 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 4 ഈസ് ദ ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് എന്നുള്ളത് തെറ്റാണ്, അല്ലേ. 1 and 2 ഇൻകറക്റ്റ്, അതും ഫോൾസ് ആണ്. 1 ഈസ് കറക്റ്റ് ആൻഡ് 2 ഇൻകറക്റ്റും ഫോൾസ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 26, വിച്ച് ഈസ് എ റോങ് മാച്ച്. സൈക്കസ് മൊട്ടൈൽ സ്പെർം. സൈക്കസിൻ്റെ മെയിൽ ഗാമേറ്റ് സീലിയേറ്റഡ് ആണ്. സോ സൈക്കസ് പ്രൊഡ്യൂസ് മൊട്ടൈൽ സ്പെർം എന്നുള്ളത് കറക്റ്റ് ഓപ്ഷനാണ്. അതേസമയം നമുക്കറിയാം ഇൻ ബോത്ത് ജിംനോസ്പെർംസ് ആൻഡ് ആൻജിയോസ്പെർം ജനറലി മോസ്റ്റ്ലി ദ മെയിൽ ഗാമേറ്റ്സ് ആർ നോൺ മൊട്ടൈൽ. മെയിൽ ഗാമേറ്റുകൾക്ക് സീലിയോ ഫ്ലജല്ലയോ ആബ്സെൻ്റ് ആയിരിക്കും. പക്ഷേ ചില എക്സെപ്ഷണൽ കേസുണ്ട്. അതിനുദാഹരണമാണ് സൈക്കസ്, അതുപോലെ തന്നെ ജിങ്കോ തുടങ്ങിയ പ്ലാന്റുകളിൽ മെയിൽ ഗാമേറ്റിന് മോട്ടിലിറ്റി ഉണ്ടാവും. എന്നാൽ പൈനസ് ഇമ്മോട്ടൈൽ സ്പെർം എന്നുള്ള കറക്റ്റാണ്. ടെറിസ് മൈക്രോഫിൽസ് നമുക്കറിയാം ഫേൺസിൽ എന്താണ് പ്രത്യേകത? മാക്രോഫിൽസ് ആണ് കാണുന്നത്. ലാർജ് ലീവ്സ് കോൾഡ് മാക്രോഫിൽസ് അല്ലേ. അതേസമയം സെലാജിനല്ല, ലൈക്കോപോഡിയം തുടങ്ങിയവയിൽ മൈക്രോഫിൽസും. അപ്പോൾ ഫേൺസിൽ വരുന്ന എക്സാമ്പിളാണ് ടെറിസ്, ഡ്രയോപ്റ്റെറിസ്, നെഫ്രോലെപ്പിസ് തുടങ്ങിയ പ്ലാന്റുകൾ ഫേണുകളാണ്. അപ്പോൾ ഫേണിൻ്റെ കേസിൽ മാക്രോഫിൽസ് ആണ്, നോട്ട് മൈക്രോഫിൽസ്. സോ ഓപ്ഷൻ 3 ഫോൾസ്. ഇനി സെലാജിനല്ല ബിലോങ്സ് ടു ലൈക്കോപ്സിഡ്. ശരിയാണ്, ലൈക്കോപ്സിഡയിൽ വരുന്ന മെമ്പറാണ് അല്ലേ. സൈലോപ്സിഡ, ലൈക്കോപ്സിഡ, ഫീനോപ്സിഡ ആൻഡ് ടീറോപ്സിഡ 4 ക്ലാസ്സസ് ആണ് ടെറിഡോഫൈറ്റിലുള്ളത്. സൈലോട്ടം സൈലോപ്സിഡയിൽ വരുന്ന മെമ്പറാണ്. സെലാജിനല്ല ഇക്വിസിറ്റം ലൈക്കോപ്സിഡാണ് അല്ലേ, അത് കറക്റ്റാണ്. അടുത്ത ടെറിസ്, ഡ്രയോപ്റ്റെറിസ്, അഡിയാൻഡം തുടങ്ങിയവ ഏതാണ്? ടീറോപ്സിഡയിലും. ഇക്വിസിറ്റം എന്ന ഹോട്ട് സ്റ്റൈൽ അത് ഫീനോപ്സിഡയിലും വരുന്നു. കറക്റ്റാണ്. സോ ഓപ്ഷൻ 3 ആണ് ഇൻകറക്റ്റ്. ടെറിസ് മാക്രോഫിൽസ് ആണ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പീറ്റ് ഫോർമേഷൻ? സ്പാഗ്നം. It's commonly called എന്താണ്? peat moss because it provide peat. Peat is long been used as a fuel, and because of its capacity to hold water, it is used as packing material for the transshipment of a living material. Living materialsൻ്റെ ട്രാൻസ്ഷിപ്മെൻറ്റിന് വേണ്ടിയുള്ള പാക്കിംഗ് മെറ്റീരിയലുകൾ നിർമ്മിക്കാൻ എന്തുപയോഗിക്കാം? പാക്കിംഗ് മെറ്റീരിയലായി ഈ പീറ്റിനെ യൂസ് ചെയ്യാം. സോ സ്പാഗ്നം ആണ് പീറ്റ് ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോമൺലി കോൾഡ് പീറ്റ് മോസ്. സ്പാഗനത്തെ പീറ്റ് മോസ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28. ദ ലീഫ് ലൈക്ക് ഫോട്ടോസിന്തറ്റിക് പാർട്ട് ഓഫ് ലാമിനാറിയ ഈസ് നോൺ എസ്. ലാമിനാറിയ, ഫ്യൂക്കസ് തുടങ്ങിയ ആൽഗകളിൽ പ്ലാന്റ് ബോഡി ക്യാൻ ബി, ബ്രൗൺ ആൽഗകളുടെ പ്രത്യേകത, പ്ലാന്റ് ബോഡി ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു 3 പാർട്ട്. ദ ബേസൽ സ്ട്രക്ചർ ഫോർ ആങ്കറേജ് ഈസ് കോൾഡ് ഹോൾഡ് ഫാസ്റ്റ്. The middle stalk-like region is called stipe, and the leaf-like photosynthetic region is called a frond. The leaf-like photosynthetic part of laminaria, fucus, etc. is called a frond. So the answer is option 3. Next question. Classification based on chromosome number, structure and behavior is called a, അതായത് നമുക്കറിയാം മോഡേൺ ക്ലാസിഫിക്കേഷൻ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ്. അതിൽ ചില ന്യൂ അപ്രോച്ചുകളാണ് സൈറ്റോ ടാക്സോണമി, കീമോ ടാക്സോണമി തുടങ്ങിയവ. സൈറ്റോ ടാക്സോണമി മീൻസ് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓർ ടാക്സോണമി ബേസ്ഡ് ഓൺ സൈറ്റോളജിക്കൽ ഫീച്ചേഴ്സ് ലൈക്ക് ഏതൊക്കെയാണ്? ക്രോമസോം നമ്പർ, സ്ട്രക്ചർ, ബിഹേവിയർ. അതേസമയം ടാക്സോണമി ബേസ്ഡ് ഓൺ ദ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് പ്ലാന്റ്. പ്ലാന്റിൻ്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റിനെ ബേസ് ചെയ്തുള്ള ടാക്സോണമിയെ വിളിക്കുന്ന പേരാണ് കീമോ ടാക്സോണമി. ക്ലിയർ? സോ ഹിയർ ദി ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ, സൈറ്റോ ടാക്സോണമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30. In which of the following plants male and female gametophyte do not have a independent free living existence? നമുക്കറിയാം in gymnosperms and angiosperms. In both gymnosperms and angiosperm, male and female gametophytic generation do not have any independent free living existence. They are highly reduced structures. They are one or a few celled structures. They remain within the parent sporophyte itself. So the answer gymnosperm and angiosperm. ഈ തന്നിരിക്കുന്നതിൽ ജിംനോസ്പേം ഉണ്ട്, നീറ്റം അല്ലേ, സ്പാഗ്നം അല്ലേ, ഫ്യുണോറിയ, പോളിട്രൈക്കം തുടങ്ങിയവ ബ്രയോഫൈറ്റ് ആണ്. ബ്രയോഫൈറ്റിൽ ഗാമെറ്റോഫൈറ്റ് ആണ് ഇൻഡിപെൻഡൻറ്റ് ഫ്രീ ലിവിങ് ഫോട്ടോസിന്തറ്റിക് സ്ട്രക്ചർ. സോ ഇൻ ബ്രയോഫൈറ്റ് the main plant body, the independent
അല്ലേ? ഫോട്ടോസിന്തറ്റിക് ഫ്രീ ലിവിങ് പ്ലാന്റ് ബോഡി ഈസ് എ ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ്. സോ സ്പാഗനത്തിലും ഫിണേറിയയിലും പോളിട്രൈക്കത്തിലും എല്ലാം ഗാമറ്റോഫൈറ്റ് ഇൻഡിപെൻഡൻറ്റ് ഫ്രീ ലിവിങ് ആണ്. എന്നാൽ നീറ്റം ഒരു ജിംനോസ്പെമാണ്. സോ ദ ആൻസർ ഓപ്ഷൻ 2 നീറ്റം. നെക്സ്റ്റ് question number 31. The second stage of a gametophyte in mosses is leafy. അല്ലേ? ഗാമറ്റോഫൈറ്റിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് നമുക്കറിയാം. മോസസിൽ, ഇൻ ദ കേസ് ഓഫ് മോസസ്, ദി predominant plant body is predominant plant body എന്ന് പറയുന്നത് ആരാണ്? ഹാപ്ലോയിഡ് ആണ്. ആ ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡിയെ നമ്മൾ എന്ത് വിളിക്കും? ദാറ്റ് ഈസ് കോൾഡ് എ gametophyte. And this gametophyte consists of 2 stages. Gametophyteൽ തന്നെ 2 സ്റ്റേജുകളുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഈസ് കോൾഡ് പ്രോട്ടോനീമ ആൻഡ് സെക്കൻഡ് സ്റ്റേജ് ഈസ് കോൾഡ് ലീഫി സ്റ്റേജ്. ഗാമറ്റോഫൈറ്റിൽ 2 സ്റ്റേജുകളാണ് മോസസിനുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് പ്രോട്ടോനീമ എന്നും രണ്ടാമത്തെ ലീഫി സ്റ്റേജ് എന്നും. പ്രോട്ടോനീമ ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് വിച്ച് ഫോംഡ് ഡയറക്ട്ലി from the germination of a haploid spore. A haploid spore on germination give rise to multicellular, creeping, branched, filamentous green autotrophic structure that is called a protonema. And buds on the protonema give rise to second stage called leafy stage. And leafy stage consists of a so-called stem-like, slender, upright stem-like axis on which many leaf-like structures are spirally arranged. And here the root-like structures are called rhizoid. So, ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഗാമറ്റോഫൈറ്റ് ഇൻ മോസസ് ഈസ് ലീഫി വിച്ച് ഡെവലപ്സ് ഫ്രം, ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. എവിടുന്ന? ഡെവലപ്സ് ഫ്രം സെക്കൻഡറി പ്രോട്ടോനീമാസ് ലാറ്ററൽ ബഡ്. എന്താണ്? കറക്റ്റാണ് അല്ലേ? അത് സെക്കൻഡറി പ്രോട്ടോനീമയിൽ നിന്ന് ലാറ്ററൽ ബഡായിട്ടാണ് ലീഫി സ്റ്റേജ് ഡെവലപ്പ് ചെയ്യുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ അപ്രൈറ്റ് സിലിണ്ടർ ആക്സിസ് ബിയറിംഗ് സ്പൈറലി അറേഞ്ച്ഡ് ലീവ്സ്. അല്ലേ? മോസിൻ്റെ ആ പ്രോട്ടോനീമൽ സ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു സിലിണ്ടർ ആക്സിസ്, അതിൽ റൂട്ടിലേക്ക് സ്ട്രക്ചേഴ്സായ മൾട്ടി സെല്ലുലാർ ബ്രാഞ്ച്ഡ് റൈസോയിഡുകൾ, കൂടാതെ ഇതിലാണ് ലീഫി സ്ട്രക്ചേഴ്സ്, സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ലീഫി സ്ട്രക്ചേഴ്സിനെ ബിയർ ചെയ്യുന്നത്. അല്ലേ? സോ ഓപ്ഷൻ 1ഉം 2ഉം കറക്റ്റാണ്. തേർഡ് ഓപ്ഷൻ 1 and 2, both 1 and 2. So the correct answer ആയി. It is brown and non-photosynthetic, that is false. So the second stage of a gametophyte in moss is leafy, which develops from secondary protonema's lateral bud, correct, consists of an upright cylinder axis bearing spirally arranged leaves. അതും correct ആണ്. So the answer is option 3, both 1 and 2. Next question. Which event is considered as a precursor to seed development? Seed development in the precursor. നമുക്കറിയാം, in heterosporous pteridophytes 2 തരം സ്പോർ ഉണ്ടാവും അല്ലേ? സലാജനല്ല, സാൽവീനിയ, മാർസീലിയ തുടങ്ങിയ പ്ലാന്റുകളിൽ 2 തരം സ്പോറും ഉണ്ടാവും. അവിടെ മൈക്രോസ്പോർ ജെർമിനേറ്റ് ചെയ്താൽ മെയിൽ ഗാമറ്റോഫൈറ്റ് അഥവാ മെയിൽ പ്രോതാലസും, മെഗാസ്പോർ ജെർമിനേറ്റ് ചെയ്താൽ ഫിമെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ ഫിമെയിൽ പ്രോതാലസ്. മെയിൽ ഗാമറ്റോഫൈറ്റിൽ ആന്ത്രഡിയങ്ങൾ മാത്രം ഡെവലപ്പ് ചെയ്യുന്നു, ഫിമെയിൽ പ്രോതാലസിൽ അല്ലെങ്കിൽ ഗാമറ്റോഫൈറ്റിൽ ആർക്കിഗോണിയങ്ങൾ മാത്രം ഡെവലപ്പ് ചെയ്യും. Anyway, in heterosporous pteridophyte, the female gametophyte or prothallus is retained within the parent sporophyte for variable period. അല്ലേ? ഫിമെയിൽ ഗാമറ്റോഫൈറ്റ് ഏതിനെ പോലെ? ജിംനോസ്പേമിലും ആൻജിയോസ്പേമിലും കാണപ്പെടുന്ന പോലെ ജിംനോസ്പേമിൻ്റെ ഫിമെയിൽ ഗാമറ്റോഫൈറ്റ് അതിനെ എൻഡോസ്പേം എന്ന് വിളിക്കും. ആൻജിയോസ്പേമിൻ്റെ ഫിമെയിൽ ഗാമറ്റോഫൈറ്റ് എംബ്രിയോസാക്ക് എന്ന് വിളിക്കും. ബോത്ത് ആർ റീറ്റെയിൻഡ് വിത്തിൻ ദ മെഗാസ്പൊറാഞ്ചിയം. സോ സിമിലർലി ആ മെഗാസ്പൊറാഞ്ചിയമാണ് സീഡാവുന്നത് അല്ലേ? ഈ ജിംനോസ്പേമിലും ആൻജിയോസ്പേമിലും ഫിമെയിൽ ഗാമറ്റോഫൈറ്റ് ആ മെഗാസ്പൊറാഞ്ചിയത്തിനുള്ളിലാണ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇൻ heterosporous pteridophytes as well also the female gametophyte is retained within the parent sporophyte for variable period. And here the development of zygote into young embryo takes place within the female gametophyte while it is attached to the parent sporophyte. This is considered as a precursor to seed habit and an important step in evolution. So production of motile spermella,
സ്പോറോഫൈറ്റ് ഡിപ്പെൻഡൻ്റ് ആണ് റീറ്റെയിൻഡ് ഓൺ ദ സ്പോറോഫൈറ്റ് അല്ല. സ്പോറോഫൈറ്റ് ഡിപ്പെൻഡൻ്റ് ആണ് റീറ്റെയിൻഡ് ഓൺ ദ ഗാമറ്റോഫൈറ്റ്. ഫോൾസ് ആണ്. ഗാമറ്റോഫൈറ്റ് ഈസ് മൾട്ടി സെല്ലാർ ആൻഡ് സ്റ്റോർ റിസർവ് ഫുഡ്. അതല്ല. പിന്നെന്താണ്? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഈസ് റീറ്റെയിൻഡ് വിത്തിൻ ദ പാരൻറ്റ് സ്പോറോഫൈറ്റ് ഫോർ വേരിയബിൾ പീരിയഡ്. And here the development of zygote into embryo takes place. Fertilization, zygote in the development, അതുപോലെ അതിൻ്റെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ഇതൊക്കെ നടക്കുന്നത് ആ ഫിമെയിൽ ഗാമറ്റോഫൈറ്റ് പാരൻറ്റ് സ്പോറോഫൈറ്റിനുള്ളിൽ അറ്റാച്ച് ചെയ്തിരിക്കുമ്പോഴാണ്. ദിസ് ഈസ് കൺസിഡർഡ് ആസ് എ പ്രീകർസർ ടു സീഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ഇവല്യൂഷൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫിമെയിൽ ഗാമറ്റോഫൈറ്റ് ഓഫ് ആൻ ആൻജിയോസ്പേം ഈസ്. നമുക്കറിയാം ആൻജിയോസ്പേമിൻ്റെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിനെ വിളിക്കുന്ന പേരാണ് എംബ്രിയോ സാക്ക്. ഹൈലി റെഡ്യൂസ്ഡ് ആയിട്ടുള്ള 7 സെൽഡ് ആയിട്ടുള്ളതും അല്ലെ മോസ്റ്റ്ലി 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചർ കോൾഡ് എംബ്രിയോ സാക്ക്. അതേസമയം ജിംനോസ്പേമിൻ്റെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന് നമ്മൾ എന്ത് വിളിക്കുന്നു? എംബ്രിയോ സാക്ക്. ഇവിടെ ചോദിച്ചത് ആൻജിയോസ്പേമിൻ്റെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്. ദാറ്റ് ഈസ് എംബ്രിയോ സാക്ക്. ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 34. ദ മൾട്ടി സെല്ലുലാർ creeping green branched filamentous structure produced by the germination of spore in mosses. അല്ലേ, മോസസിൻ്റെ സ്പോർ ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്ന മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ളതും ഗ്രീൻ കളേർഡ് ആയിട്ടുള്ളതും ഫിലമെൻ്റസ് ക്രീപ്പിംഗ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോനീമ. പ്രോട്ടോനീമയിൽ കാണപ്പെടുന്ന ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ആ മോസിൻ്റെ പ്രോട്ടോനീമയിൽ ബഡുകളുണ്ട്. ബഡ്സ് ജെർമിനേറ്റ് ചെയ്താൽ ലീഫി സ്റ്റേജ് ഉണ്ടാകും. ക്ലിയർ? സോ ദ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. പ്രോട്ടോനീമ. 35. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിലെ അല്ലേ എല്ലാ കമ്പൽസറി ആൻസർ ചെയ്യേണ്ട ആ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 35. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്? അഗർ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഗ്രാസിലാരി ആൻഡ് ജെലിഡിയം. അല്ലേ, 2 റെഡ് ആൽഗെ നെയിമിലെ അഗർ ഈസ് എ കമേഴ്സ്യലി വാല്യുബിൾ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം 2 റെഡ് ആൽഗെ നെയിമിലി ഗ്രാസിലാരി ആൻഡ് ജെലിഡിയം. കറക്റ്റ് ഓപ്ഷനാണ്. Then ectocarpus is a simple branched filamentous algae, green algae. So simple branched filamentous algae is correct, but it is not a green algae. Ectocarpus is an example for brown algae. So option 2 is the false. 3 എന്താണ്? Chlorella is used as food even by space travelers. കറക്റ്റ് ആണ് അല്ലേ. ഐസോഗാമി അനൈസോഗാമി occur in എന്താണ്? യൂഡറീന. യൂഡറീനയിൽ അനൈസോഗാമി കോമൺ ആണ്. സോ അതും ഓപ്ഷൻ കറക്റ്റ് ആണ്. ഏതാണ്? സോ ഓപ്ഷൻ എക്ടോകാർപ്പസ് ഈസ് എ സിമ്പിൾ ബ്രാഞ്ച്ഡ് ഫിലമെൻ്റസ് ഗ്രീൻ ആൽഗെ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. സോറി, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ? ബാക്കി 3ഉം കറക്റ്റ് ആണ്. ഫസ്റ്റ് അഗർ ഒബ്റ്റൈൻഡ് ഫ്രം ഗ്രാസിലാരി ആൻഡ് ജെലിഡിയം, ദെൻ ക്ലോറല്ല ഈസ് യൂസ്ഡ് ആസ് ഫുഡ്, ദെൻ അനൈസോഗാമി ഒക്കർ ഇൻ യൂഡറീന. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് സെക്ഷനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത നെക്സ്റ്റ് സെക്ഷനിലേക്ക് കിടക്കാം. സെക്ഷൻ ബിയിൽ 36 to 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെലക്റ്റഡ് ആയിട്ട് എഴുതുക. നോക്കാം. ഫൈൻഡ് ഔട്ട് ദി ബ്രയോഫൈറ്റ് ദാറ്റ് എഗ്രീസ് വിത്ത് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 36. ഏത് ബ്രയോഫൈറ്റ് പ്ലാന്റുകളാണ് താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുമായി എന്താണ് മോർ റിലേറ്റ് ചെയ്യുന്നത്? നോക്കാം. ദ സ്പോറോഫൈറ്റ് ഈസ് മോർ എലോബറേറ്റ്. അപ്പോൾ തന്നെ നമുക്കറിയാം സ്പോറോഫൈറ്റ് മോർ എലാബറേറ്റ് ആയിട്ടുള്ളത് മോസസിലാണ്. അപ്പോൾ മോസ് പ്ലാന്റ് ആയിരിക്കും. ദേ ഹാവ് എലാബറേറ്റ് മെക്കാനിസം ഫോർ സ്പോർ ഡിസ്പേഴ്സൽ. ശരിയല്ലേ? മോസസിന് സ്പോർ ഡിസ്പേഴ്സലിന് വേണ്ടിയുള്ള വളരെ എലാബറേറ്റ് ആയിട്ടുള്ള മെക്കാനിസം ഉണ്ട്. പിന്നെ നമ്മൾ പഠിച്ചു ഫസ്റ്റ് സ്റ്റേജ് ഈസ് പ്രോട്ടോനീമ വിച്ച് ഡെവലപ്സ് ഡയറക്ട്ലി ഫ്രം എ ഹാപ്ലോയിഡ് സ്പോർ. ദ ലീഫി സ്റ്റേജ് ഡെവലപ്ഡ് ഫ്രം സെക്കൻഡറി പ്രോട്ടോനീമ. സോ ദിസ് ഈസ് റിലേറ്റഡ് ടു മോസസ്. നോക്കാം. മോസസിൽ മാർക്കാൻഷ്യ, റിക്സിയ, ലിവർ വേർഡ്സ് ആണ്. സോ ഓപ്ഷൻ 3 ഏതുണ്ട്? ഫ്യൂണാറിയ. ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ഫ്യൂണാറിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 37. Given below are 2 statements. One is labeled as assertion and other is labeled as reason. Assertion. In pteridophyte, sporophytic phase is longer lived while gametophytic phase is short lived. അല്ലേ, ടെറിഡോഫൈറ്റിൻ്റെ സ്പോറോഫൈറ്റിക് ഫേസ് ആണ് മെയിൻ predominant plant body and it is replaced by a multicellular but small inconspicuous എങ്ങനെ മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് ഓർ സാപ്രോഫൈറ്റിക് താലോയിഡ് സ്ട്രക്ചർ. അപ്പോൾ അത് വളരെ ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഏത് ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ. റീസൺ. ബോത്ത് സ്പോറോഫൈറ്റ് ആൻഡ് ഗാമറ്റോഫൈറ്റ് ആർ ഇൻഡിപെൻഡൻറ്റ് ടെറിഡോഫൈറ്റ്. നമുക്കറിയാം മെജോറിറ്റി ടെറിഡോഫൈറ്റും ഹോമോസ്പോറസ് ആണ്. ഹോമോസ്പോറസ് ആയിട്ടുള്ള ടെറിഡോഫൈറ്റുകളിലെല്ലാം തന്നെ പ്രോതാലസും
sporophytic ജനറേഷനും ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്, ബട്ട് റീസൺ എന്താണ്? നോട്ട് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസർഷൻ. അല്ലേ, അസർഷൻ കറക്റ്റാണ്. ടെറിഡോഫൈറ്റിൽ സ്പോറോഫൈറ്റിക് ഫേസ് ഈസ് ലോങ്ങർ ലിവ്ഡ് ആൻഡ് ഗാമറ്റോഫൈറ്റിക് ഫേസ് ഈസ് ഷോർട്ട് ലിവ്ഡ്. പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണോ ബോത്ത് സ്പോറോഫൈറ്റ് ആൻഡ് ഗാമറ്റോഫൈറ്റ് ആർ ഇൻഡിപെൻഡൻറ്റ് ഇൻ ടെറിഡോഫൈറ്റ്, ദാറ്റ് ഈസ് ഓൾസോ അനദർ ഫാക്ടർ. അല്ലേ, പക്ഷേ അത് അസർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. സോ ദ ആൻസർ ബോത്ത് ഓപ്ഷൻസ് കറക്റ്റ്, ബട്ട് റീസൺ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസർഷൻ. ഏതാ? ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? ബോത്ത് assertion and reason are true and reason is not the correct explanation of assertion. Next question. Choose the incorrect statement. Equisetum is a horse tail. Correct ആണ്. equisetum അല്ലേ, commonly called horse tails. അത് horse tailsൽ വരുന്നതാണ്. അതായത് ടെറിഡോഫൈറ്റ്സിൽ ഫേൺസും ഹോർസ് ടെയിൽസ് എന്നും പറയുന്ന രണ്ട് എന്താണ് മെയിൻ ഗ്രൂപ്പ്സുകളാണുള്ളത്. അതിൽ ഹോർസ് ടെയിൽസിൽ വരുന്ന ഒരേ ഒരു ജനീറയാണ് equisetum. Then in gymnosperms, the functional megaspore develops into a multicellular female gametophyte. അല്ലേ, ഫങ്ഷണൽ മെഗാസ്പോർ അതായത് ന്യൂസെല്ലസ് അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയത്തിനകത്ത് കാണപ്പെടുന്ന ഹോമോജീനസ് ടിഷ്യൂവിനെ ന്യൂസെല്ലസ് എന്ന് വിളിക്കും. ആ ന്യൂസെല്ലസിലെ thousands of സെൽസിലെ സിംഗിൾ ന്യൂസെല്ലാർ സെൽ ഫങ്ഷൻസ് ആസ് മെഗാസ്പോർ മദർ സെൽ ദാറ്റ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ടു ഫോം 4 haploid megaspores. Of these, 3 degenerated and 1 survive. Surviving one is called functional megaspore that develops into a multicellular female gametophyte. In some gymnosperms, the female gametophyte is free living. നമുക്കറിയാം, in both the gymnosperms and angiosperm എന്താണ് ഫീമെയിൽ gametophyte highly reduced ആണ്. അല്ലേ, they are remain within the megasporangium or parent sporophyte. So free living എന്നുള്ളത് false ആണ്. In cycas, മെഗാസ്പോറോഫിൽസ് നോട്ട് ഓർഗനൈസ്ഡ് ഇൻ ടു ഫിമെയിൽ കോൺ. അതും കറക്റ്റാണ്. സൈക്കസിലെ മെഗാസ്പോറോഫില്ലുകൾ ഒരിക്കലും ഫിമെയിൽ കോണായി ഓർഗനൈസ് ചെയ്തിട്ടില്ല. സൈക്കസിൽ മറ്റൊരു കാര്യം ഡൈഷ്യസ് ആണ്. കാരണം ഏതൊക്കെയാണ്? മെയിൽ കോണുകളും മെഗാസ്പോറോഫിൽ ഫിമെയിൽ കോണായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടില്ല. സോ മെയിൽ കോൺ ആൻഡ് മെഗാസ്പോറോഫിൽസ് ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. സോ സൈക്കസ് ഡൈഷ്യസുമാണ്. സോ ഓപ്ഷൻ 3 ആണ് ഇൻകറക്റ്റ്. ഒരു ജിംനോസ്പെർമുകളിലും ഫിമെയിൽ ഗാമെറ്റോഫൈറ്റ് ഫ്രീ ലിവിങ് അല്ല. Next question. നോക്കാം. 39. Choose the option that contain the features by which liverworts resemble algae. ലിവർവേർട്സിന് താലോയിഡ് പ്ലാൻ ബോഡിയാണ്. ആൽഗയുമായിട്ടുള്ള റിസംബ്ലൻസ്. ഡിഫറൻസിയേഷൻ ഓഫ് പ്ലാൻ ബോഡി ഇൻ ടു റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്സ് ആൻഡ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. ഒരിക്കലും പ്ലാൻ ബോഡി ബ്രയോഫൈറ്റിൽ റൂട്ടെന്നോ സ്റ്റെമ്മെന്നോ ലീഫെന്നോ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ആൽഗയിലും ഇല്ല. താലസ് ലൈക്ക് പ്ലാൻ ബോഡി ആൻഡ് പ്രസൻസ് ഓഫ് റൂട്ട്. അപ്പോൾ റൂട്ടിൻ്റെ പ്രസൻസ് ഇല്ല. അത് തന്നെ സെക്കൻഡ് ഓപ്ഷന് നമുക്ക് ഒഴിവാക്കാം. താലസ് ലൈക്ക് സ്റ്റേജ്, ലാക്ക് ഓഫ് വാസ്കുലാർ ടിഷ്യൂ. ശരിയല്ലേ, രണ്ടിലും താലോയിഡാണ് പ്ലാൻ ബോഡി. ലാക്ക് ഓഫ് വാസ്കുലേച്ചർ, വാസ്കുലാർ ടിഷ്യൂ ഇല്ല. ആൻഡ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ കറക്റ്റാണ്. രണ്ടും ഫോട്ടോസിന്തറ്റിക്കാണ്. ക്ലോറോഫിൽ ബിയറിംഗ് ടാലോഫൈറ്റ്സ് ആണ് ആൽഗെ. ബ്രയോഫൈറ്റും ഗാമെറ്റോഫൈറ്റിക് സ്റ്റേജ് മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക്കാണ്. താലസിലും ഏതിൻ്റെ ഈ ലിവർവേർട്സിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ താലസ് ലൈക്ക് സ്റ്റേജ് ഉണ്ട്, ലാക്ക് ഓഫ് വാസ്കുലേച്ചർ ആൻഡ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ കറക്റ്റാണ്. ദെൻ നാലാമത്തെ നോക്കൂ, ഫിലമെൻറ്റസ് ബോഡി, പ്രസൻസ് ഓഫ് റൈസോയിഡ് ആൻഡ് ആർക്കിഗോണിയ. ഫിലമെൻറ്റസ് ബോഡി എല്ലാത്തിലും വരണമെന്നില്ല. ദെൻ ആർക്കിഗോണിയും അല്ലേ ആൽഗയിൽ ഇല്ല. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3. Question number 40. Read the following statements regarding pteridophytes and choose the correct option. ടെറിഡോഫൈറ്റ്സിനെ സംബന്ധിച്ച് കറക്റ്റ് ചെയ്ത ദ മെയിൻ പ്ലാൻ ബോഡി ഈസ് ഗാമെറ്റോഫൈറ്റ്. ടെറിഡോഫൈറ്റിൻ്റെ മെയിൻ പ്ലാൻ ബോഡി ഗാമെറ്റോഫൈറ്റ് ആണ്. തെറ്റാണ്. മെയിൻ പ്ലാൻ ബോഡി ടെറിഡോഫൈറ്റിൽ സ്പോറോഫൈറ്റ് ആണ്, ബ്രയോഫൈറ്റിലാണ് ഗാമെറ്റോഫൈറ്റ്. സ്ട്രൊബൈല ആർ ഫൗണ്ട് ഇൻ സെലാജിനല്ല ആൻഡ് ഇക്വിസിറ്റം. അല്ലേ, സ്ട്രൊബൈല കോൺസ് ഉള്ള ടെറിഡോഫൈറ്റ്സിന് എക്സാമ്പിളാണ് ഏതൊക്കെയാണ്? സെലാജിനല്ലയും എക്വിസിറ്റവും ടെറിഡോഫൈറ്റ്സ് ഹാവിങ് കോൺസ്. Here the sporophylls organized into cones. Then microphylls are found in Selaginella and macrophylls are found in ferns like Dryopteris. നോക്കിയേ, മൈക്രോഫില്ലുകൾ ഏതിൽ? സെലാജിനല്ലേ കാണുന്നു, കറക്റ്റാണ്. അതേസമയം മാക്രോഫിൽസ് ഫൗണ്ട് ഇൻ ഫേൺസ് ലൈക്ക് ഡ്രയോപ്റ്ററിസ് പോലുള്ള ഫേണുകളിൽ മാക്രോഫിൽസും കാണുന്നു. സോ അതും കറക്റ്റ് ഓപ്ഷനാണ്. ദെൻ സെലാജിനല്ല ആൻഡ് സാൽവീനിയ ആർ ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റ്സ്. അതും കറക്റ്റാണ് അല്ലേ. അപ്പോൾ ഇവിടെ 2, 3, 4 കറക്റ്റാണ്. ഓപ്ഷൻ 4 1 മാത്രമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ
ഏതാണ്? ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 41. Consider the following statement and choose the option containing correct statement. All gymnosperms are heterosporous. തെറ്റല്ലേ? എല്ലാ ജിംനോസ്പെർമുകളും അതുപോലെ ആൻജിയോസ്പെർമുകളുടെയും പ്രത്യേകത 2 തരം സ്പോർ ഉണ്ടാക്കും. സോ ദേ ആർ ഹെറ്ററോസ്പോറസ്. ജിംനോസ്പെർംസും ആൻജിയോസ്പെർംസും ഹെറ്ററോസ്പോറസ് ആണ്. എന്നാൽ ടെറിഡോഫൈറ്റ് വരുമ്പോൾ അവിടെ എന്താണ്? മെജോറിറ്റി ഹോമോസ്പോറസ് ആണ്, സം ഹെറ്ററോസ്പോറസ്. അത് നമ്മൾ എക്സാമ്പിൾ പഠിച്ചു, സെലാജിനല്ല, സാൽവീനിയ, മാർസീലിയ. ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പോർഫൈറ, വോൾവോക്സ് ആൻഡ് ഫ്യൂക്കസ് ഈ സൂഗാമസ് അല്ലേ? പോർഫൈറ അതുപോലെ തന്നെ ഫ്യൂക്കസിൽ, വോൾവോക്സിൽ. പോർഫൈറ ഒരു റെഡ് ആൽഗയല്ലേ? എല്ലാ റെഡ് ആൽഗകളും അപ്പോൾ ഊഗാമസ് ആയിരിക്കും. വോൾവോക്സും ഫ്യൂക്കസും ഊഗാമിക് എക്സാമ്പിളായി നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്നൊരു കാര്യമാണ്. ദെൻ ബോത്ത് പൈനസ് ആൻഡ് മാർക്കാൻഷ്യ ആർ ഡൈഷ്യസ് അല്ലേ? പൈനസ് ഡൈഷ്യസ് അല്ലല്ലോ. നമ്മൾ ജിംനോസ്പേം പഠിച്ചപ്പോൾ സൈക്കസ് ഡൈഷ്യസ് ആണെന്ന് പറഞ്ഞു. മാർക്കാൻഷ്യ ഡൈഷ്യസ് ആണ്. കാരണം മാർക്കാൻഷ്യയിൽ ആന്ത്രിഡിയോഫോറും ആർക്കിഗോണിയോഫോറും ഡിഫറൻറ്റ് പ്ലാന്റുകളിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മാർക്കാൻഷ്യ ഡൈഷ്യസ് ആണ്, പക്ഷേ പൈനസ് മൊണീഷ്യസ് ആണ്. അപ്പോൾ അത് ഓപ്ഷൻ ഫോൾസ് ആണ്. സൈക്കസ് ഹാവ് പിന്നേറ്റലി കോമ്പൗണ്ട് ലീഫ് അല്ലേ? ഇൻ സൈക്കസ് ദ ലീവ്സ് ആർ പിന്നേറ്റലി കോമ്പൗണ്ട് ആൻഡ് പെർസിസ്റ്റൻറ്റ്. ഇറ്റ് പെർസിസ്റ്റ് ഫോർ എ ഫ്യൂ ഇയേഴ്സ് വിത്തിൻ ദ പ്ലാന്റ് ബോഡി. സോ ഓപ്ഷൻ 4 ഈസ് ഓൾസോ കറക്റ്റ്. 1, 2 and 4 കറക്റ്റ്. അതേതാണ്? ഓപ്ഷൻ 2 അല്ലേ ആൻസർ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 42. Given below are 2 statements. One is labeled as assertion and other is labeled as reason. Heterospory can be considered as a precursor to seed habit. Reason: in heterosporous pteridophytes, embryo develops in female gametophyte and it is retained in the parent sporophyte for variable period. Correct alle? Female gametophyte retained within the parent sporophyte for variable period, and the development of embryo takes place in that female gametophyte when it is retained within the parent sporophyte. അപ്പം മെഗാസ്പൊറാഞ്ചിയത്തിനകത്ത് എന്തിരിക്കുന്നു? ഫിമെയിൽ ഗാമെറ്റോഫൈറ്റ് ഇരിക്കുന്നു. അവിടെ സീഡ് അല്ല എംബ്രിയോ ഉണ്ടാകുന്നു, സൈഗോട്ട് ഉണ്ടാകുന്നു, അത് എംബ്രിയോ ആവുന്നു, അപ്പോഴേക്കും ഒവ്യൂൾ സീഡ് ആവുന്നു. അതാണ് സീഡ് ഹാബിറ്റ് നമ്മൾ കണ്ടത്. അതേപോലെ ഫിമെയിൽ ഗാമെറ്റോഫൈറ്റ് പാരൻ്റ് സ്പോറോഫൈറ്റിനുള്ളിൽ റീറ്റെയിൻ ചെയ്തിരിക്കുമ്പോൾ തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, സൈഗോട്ട് ഉണ്ടാകുന്നു, എംബ്രിയോ ഫോം ചെയ്യുന്നു. അത് സീഡ് ഹാബിറ്റിൻ്റെ ഒരു പ്രീകർസറായി നമുക്ക് കാണാം. അതെങ്ങനെയുള്ള ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റുകളിലാണ് ഈ ഒരു ഇവൻറ്റ് കാണുക. സോ അസർഷൻ കറക്റ്റാണ്, റീസൺ കറക്റ്റാണ്, and the reason is the correct explanation of assertion. So the answer is option 1 alle? Both assertion and reason correct. Reason is the correct explanation of assertion. So the answer option 1. Next question 43. Moss capsule represent. മോസിലെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? അതായത് ഈ ലീഫി സ്റ്റേജ് മോസിൻ്റെ കേസിൽ ഓർമ്മിക്കുക. ആ ലീഫി സ്റ്റേജിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന സ്പോറോഫൈറ്റാണ് ഡിപ്ലോയിഡ് ജനറേഷൻ. ആ ഡിപ്ലോയിഡ് ജനറേഷൻ്റെ ഏറ്റവും ടിപ്പിലുള്ള പോർഷനാണ് ക്യാപ്സ്യൂൾ. ഈ ക്യാപ്സ്യൂളിനുള്ളിലാണ് എന്ത് ഡെവലപ്പ് ചെയ്യുക? സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുക. ക്യാപ്സ്യൂളിനുള്ളിൽ സ്പൊറാഞ്ചിയുണ്ട്. ആ സ്പൊറാഞ്ചിയയ്ക്കുള്ളിൽ അല്ലേ ക്യാപ്സ്യൂൾ കണ്ടെയ്ൻ എന്താണ്? സ്പൊറാഞ്ചിയ കണ്ടെയ്ൻ സ്പോർ മദർ സെൽ വിച്ച് അണ്ടർഗോ മിയോസിസ് ടു പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് സ്പോർസ്. അപ്പോൾ ഈ സ്പോറോഫൈറ്റിൻ്റെ ഏതൊരു പാർട്ടായാലും അത് ഏതിൻ്റെ പാർട്ടാണ്? ഡിപ്ലോയിഡ് ജനറേഷനാണ്. സോ ഓപ്ഷൻ 2 പാർട്ട് ഓഫ് ആർക്കിഗോണിയ ഫോൾസ് ആണ്. ഗ്യാമറ്റോഫൈറ്റ് അല്ല, ഹാപ്ലോയിഡ് ജനറേഷനും അല്ല. സോ ക്യാപ്സ്യൂൾ ഏതിൻ്റെ? സ്പോറോഫൈറ്റിൻ്റെ പാർട്ടാണ്. ഫുഡ്, സീറ്റ, ക്യാപ്സ്യൂൾ എന്നിങ്ങനെ 3 പാർട്ടുകളാണ് മോസിൻ്റെ എന്തിനുള്ളത്? സ്പോറോഫൈറ്റിനുള്ളത്. അപ്പോൾ സ്പോറോഫൈറ്റിൻ്റെ പാർട്ടാകുമ്പോൾ തന്നെ സ്വാഭാവികമായും അതാരായിരിക്കണം? ഡിപ്ലോയിഡ് ജനറേഷൻ ആയിരിക്കണം. സോ ദ ആൻസർ ഓപ്ഷൻ 2 കറക്റ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽഗ സ്റ്റോർ ഫുഡ് ആസ് സ്റ്റാർച്ച്? ഏതിലാണ് സ്റ്റാർച്ച്? നമുക്കറിയാം സ്റ്റോർഡ് ഫുഡ് അത് ഗ്രീൻ ആൽഗയിൽ വരുമ്പോൾ സ്റ്റാർച്ചാണ് അല്ലേ? ദെൻ ബ്രൗൺ ആൽഗയിൽ വരുമ്പോൾ നമ്മൾ പഠിച്ചു, നേരത്തെ കണ്ടു ക്വസ്റ്റ്യനിൽ എന്താണ്? കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളായ മാനിറ്റോൾ, മറ്റൊന്ന് ലാമിനാറിൻ. ഇനി റെഡ് ആൽഗയിൽ വരുമ്പോൾ അവിടെ അല്ലേ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ദിസ് ഈസ് സിമിലർ ടു അമൈലോപെക്റ്റിൻ ആൻഡ് ഗ്ലൈക്കോജൻ ഇൻ സ്ട്രക്ചർ. ഗ്ലൈക്കോജനോടും
അമൈലോപെക്റ്റിനോടും സ്ട്രക്ചറലി സിമിലാരിറ്റി ഉള്ളതാണ് ഈ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. സോ നമുക്ക് നോക്കാം, ചോദിച്ച ക്വസ്റ്റ്യനിൽ സ്റ്റാർച്ചിൻ്റെ ഫോമിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഗ്രീൻ ആൽഗയിലാണ്. സോ ഇവിടെ തന്നിരിക്കുന്ന ഗ്രീൻ ആൽഗയിൽ ഓപ്ഷൻ 2 യൂലോത്രിക്സ് ഉണ്ട്, ശരിയല്ലേ? ഫ്യൂക്കസ് ബ്രൗൺ ആൽഗയാണ്, ഗ്രാസിലാറിയും പോർഫൈറയും റെഡ് ആൽഗയാണ്. അപ്പോൾ ഫ്യൂക്കസിലാണെങ്കിൽ നമുക്കറിയാം മാനിറ്റോൾ ഓർ ലാമിനാർ. ദെൻ ഗ്രാസിലാറിയ പോർഫൈറ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ 2 യൂലോത്രിക്സ്. 45ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസിഡർ ദ ഫോളോയിങ് A to D and choose the option that contain false statement only. In Pinus, the female gametophyte bears 2 or more archegonia. Correct അല്ലേ? A multicellular female gametophyte is developed within the megasporangium or ovule and which bear 2 or more archegonia. Antheriophore and archegoniophore are present in Markantia. Correct ആണ്. Antheriophore archegoniophore മാർക്കാൻഷ്യയിലാണുള്ളത്. അത് തന്നെ ഡിഫറൻറ്റ് പ്ലാന്റുകളിലാണ് കാണപ്പെടുക. അതുകൊണ്ടാണ് മാർക്കാൻഷ്യ നമ്മൾ ഡൈഷ്യസ് എന്ന് വിളിച്ചത്. അഡിയാൻഡം ബിലോങ്സ് ടു ദ ക്ലാസ് ഫീനോപ്സിഡ. ഫോൾസ് അല്ലേ? അഡിയാൻഡം അല്ലേ, ക്യാംറ്റോസോറസ്, ടെറിസ്, ഡ്രയോപ്റ്റെറിസ് എന്നിവ ഏതിന് എക്സാമ്പിളാണ്? ടീറോപ്സിഡയ്ക്ക് എക്സാമ്പിളാണ്. ഫീനോപ്സിഡയിൽ വരുന്നത് ഇക്വിസിറ്റമാണ്. സോ ഫോൾസ് ആണ്. പൈനസ് പൊസസ് വിങ്ഡ് പോളൻ ഗ്രെയിൻ. പൈനസിൻ്റെ പോളൻ ഗ്രെയിൻ വിങ്ഡ് ആണ്. ദാറ്റ് ഈസ് ആൻ അഡാപ്റ്റേഷൻ ഫോർ വിൻഡ് പോളിനേഷൻ. അനിമോഫിലിക്ക് അഡാപ്റ്റഡ് ആണ്. സോ ഇവിടെ ഫോൾസ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി മാത്രം. സോ ദ ആൻസർ ഉണ്ടല്ലോ, സി ഓൺലി. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 46. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡേർഡ് ബൈ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ? നാച്ചുറൽ സിസ്റ്റം എന്തിനെ കൺസിഡർ ചെയ്യുന്നില്ല? നാച്ചുറൽ സിസ്റ്റം ഈസ് അല്ലേ, അതായത് ദ സിസ്റ്റം ഓഫ് ഇൻ ദിസ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓൾ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആർ കൺസിഡേർഡ് ആൻഡ് ദിസ് സിസ്റ്റം കൺസിഡർ നോട്ട് ഓൺലി external features, morphological characters, but internal characters like anatomy, embryology, ultrastructure, phytochemistry, etc. also considered. And they consider natural affinities that exist among various organisms. അപ്പോൾ ഇവിടെ മോർഫോളജി, അനാറ്റമി, ഫിസിയോളജി, അൾട്രാസ്ട്രക്ചർ, സൈറ്റോളജി, എംബ്രിയോളജി ഒക്കെ കൺസിഡർ ചെയ്യും നാച്ചുറൽ സിസ്റ്റം. പക്ഷേ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇവല്യൂഷണറി ട്രെൻഡ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സിസ്റ്റമായ ഫൈലോജനറ്റിക് സിസ്റ്റമാണ്. സോ ഇവിടെ കൺസിഡർ ചെയ്യാത്തത് ഇവല്യൂഷണറി ട്രെൻഡ്സ് ആണ്. സോ ദ ആൻസർ ഓപ്ഷൻ 4. നെക്സ്റ്റ്, ദ റിസർവ് ഫുഡ് ഇൻ റെഡ് ആൽഗ ഈസ് ഡാഷ് വിച്ച് ഈസ് വെരി സിമിലർ ടു ഡാഷ് ഇൻ സ്ട്രക്ചർ. നമുക്കറിയാം റെഡ് ആൽഗയിൽ റിസർവ് ഫുഡ് എന്ന് പറയുന്നത് ആരാണ്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്. ദിസ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ഈസ് സിമിലർ ടു ഏതിനോടാണ്? അമൈലോപെക്റ്റിൻ ആൻഡ് ഗ്ലൈക്കോജൻ ഇൻ സ്ട്രക്ചർ. അമൈലോപെക്റ്റിൻ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സ്റ്റാർച്ചിൽ 2 തരം എന്തുണ്ട്? ചെയിനുകളുണ്ട്. സ്റ്റാർച്ചിൽ അൺബ്രാഞ്ച്ഡ് ചെയിനുകളെ അമൈലോസ് എന്നും ബ്രാഞ്ച്ഡ് ചെയിനുകളെ അമൈലോപെക്റ്റിൻ എന്നും വിളിക്കും. അതുപോലെ ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഫുഡ് ഇൻ ആനിമൽസ് ആണ്, ഫംഗസിലും ഉണ്ട്. ഈ ഗ്ലൈക്കോജനും ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലൂക്കോസിൻ്റെ പോളിമറാണ്. അപ്പോൾ അമൈലോപെക്റ്റിനും ബ്രാഞ്ച്ഡാണ്, അതുപോലെ തന്നെ ഈ ഗ്ലൈക്കോജനും ബ്രാഞ്ച്ഡാണ്. അതുപോലെ റെഡ് ആൽഗയിൽ കാണപ്പെടുന്ന ഇത്തരം ബ്രാഞ്ചുകളുള്ള ഒരു പോളിസാക്കറൈഡായ ഫ്ലോറിഡിയൻ സ്റ്റാർച്ചാണ്. സോ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ഈസ് ദ റിസർവ് ഫുഡ് ഇൻ റെഡ് ആൽഗെ വിച്ച് ഈസ് സിമിലർ ടു ഏതിനോടൊക്കെ? അമൈലോപെക്റ്റിൻ ആൻഡ് ഗ്ലൈക്കോജൻ ഇൻ ഇറ്റ്സ് സ്ട്രക്ചർ. സോ ഓപ്ഷൻ 3 is the correct answer. Next question. Which one is wrongly matched? Biflagellated zoospores. അല്ലേ, ബ്രൗൺ ആൽഗെ പ്രൊഡ്യൂസ് ബൈഫ്ലജല്ലേറ്റഡ് സൂസ്പോർ. കറക്റ്റാണ്. ബൈഫ്ലജല്ലേറ്റഡ് ആണ്, പൈറിഫോം ആണ്. 2 ഫ്ലജല്ലുകൾ എങ്ങനെയുള്ളതാണ്? അണീക്വലും ലാറ്ററലി ഇൻസേർട്ടഡുമാണ്. ജമ്മാകപ്സ് മാർക്കാൻഷ്യ. മാർക്കാൻഷ്യയുടെ ഡോട്സൽ സൈഡിലായി കാണപ്പെടുന്ന റിസെപ്റ്റക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ജമ്മാകപ്പ്. അതിലുണ്ടാകുന്ന മൾട്ടി സെല്ലുലാർ സെക്ഷൽ ബഡുകളാണ് ജമ്മേ. ദെൻ യൂണിഫ്ലജല്ലേറ്റഡ് ഗാമേറ്റ്സ് പ്രസൻറ്റ് ഇൻ പോർഫൈറ. യൂണിഫ്ലജല്ലേറ്റഡ് ഗാമേറ്റ്സ് സിംഗിൾ ഫ്ലജല്ലുള്ള ഗാമേറ്റുകൾ പോർഫൈറയുടെ കേസിൽ നമുക്കറിയാം ഫ്ലജല്ലേറ്റഡ് സ്റ്റേജ് ആബ്സെൻറ്റ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് റെഡ് ആൽഗെ. ബീങ് റെഡ് ആൽഗെ അല്ലേ, എന്താണ്? പോർഫൈറ ഈസ് എ റെഡ് ആൽഗെ. ഹിയർ ഫ്ലജല്ലേറ്റഡ് സ്റ്റേജ് ഈസ് ആബ്സെൻറ്റ്. സോ യൂണിഫ്ലജല്ലേ ഇല്ല, മൾട്ടിഫ്ലജല്ലേ ഇല്ല, ബൈഫ്ലജല്ലേ ഇല്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ് ഇൻകറക്റ്റ്. യൂണിസെല്ലുലാർ ഓർഗാനിസം ക്ലോറല്ല കറക്റ്റാണ്. സോ യൂണിഫ്ലജല്ലേറ്റഡ് ഗാമേറ്റ്സ് പോർഫൈറയാണ് ഇൻകറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 49.
Choose the option that contain correct statements only. The ovules in cycus not enclosed by ovary wall. അല്ലേ, സൈക്കസ് ഒരു ജിംനോസ്പേം അല്ലേ? അപ്പോൾ ജിംനോസ്പേമുകളുടെ പ്രത്യേകം എന്താണ്? നേക്കഡ് സീഡഡ് ആണ്. സീഡ്സ് ആർ നോട്ട് എൻക്ലോസ്ഡ് വിത്തിൻ ദ ഫ്രൂട്ട്. അതായത് ഓവറീസ് അല്ലേ നോട്ട് പ്രസൻറ്റ് ദെയർ. ഓവ്യൂൾസ് ആർ നോട്ട് എൻക്ലോസ്ഡ് വിത്തിൻ ദ ഓവറി വാൾ. സീഡ്സ് അഥവാ ഓവ്യൂൾസ് റിമെയിൻ എക്സ്പോസ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ കറക്റ്റാണ്. Then in diplontic life cycle, free living gametophyte represent the dominant phase. Diplontic life cycle free living gametophyte ആണ് dominant phase. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ തന്നെ നമുക്കറിയാം ആരാണ്? സ്പോറോഫൈറ്റ് അല്ലേ ഡോമിനൻ്റ് ഫേസ് വരിക? ഗാമറ്റോഫൈറ്റ് ആണോ? അപ്പോൾ അതുമല്ല, ഗാമറ്റോഫൈറ്റ് ഫ്രീ ലിവിങ്ങും അല്ല. സോ ഓപ്ഷൻ 2 ഫോൾസ് ആണ്. ആർക്കിഗോണിയം ഡെവലപ്പ് ഇൻ ജിംനോസ്പേം, അതും കറക്റ്റാണ്. ജിംനോസ്പേമുകളിൽ ഫിമെയിൽ ഗാമറ്റോഫൈറ്റ് ബിയർ 2 or more ആർക്കിഗോണിയ വിത്തിൻ ദിസ് മെഗാസ്പെറാഞ്ചിയം. സോ 1 and 3 കറക്റ്റാണ്. കറക്റ്റ് ഓപ്ഷൻ അപ്പോൾ ഏതുണ്ട്? 1 ഉണ്ട്. സോ ഈ എക്സാമിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ടെറിഡോഫൈറ്റ്സ് ആർ വാസ്കുലാർ ക്രിപ്റ്റോഗ്യാംസ്. ടെറിഡോഫൈറ്റുകളെ നമ്മൾ വാസ്കുലാർ ക്രിപ്റ്റോഗ്യാംസ് എന്ന് വിളിക്കുന്നു. കാരണം നിങ്ങൾക്കറിയാം ടെറിഡോഫൈറ്റുകളിൽ വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്. ദേ ആർ ദ ഫസ്റ്റ് ലാൻഡ് പ്ലാന്റ്സ് ടു പൊസസ് വാസ്കുലാർ ടിഷ്യൂ. ബട്ട് ദേ ആർ ഡിവോയ്ഡ് ഓഫ് സീഡ്. സീഡില്ല. സീഡില്ലാത്ത പ്ലാന്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സീഡ്ലെസ് പ്ലാന്റുകളെ ക്രിപ്റ്റോഗ്യാംസ് എന്ന് വിളിക്കുന്നു. സ്റ്റെം ഈസ് യൂഷ്വലി അൺബ്രാഞ്ചഡ് ഇൻ സൈക്കസ് ആൻഡ് സെഡ്രസ്. സൈക്കസിൽ അൺബ്രാഞ്ചഡ് ആണ്, പക്ഷേ സെഡ്രസിലോ ബ്രാഞ്ചഡ് ആണ്. പൈനസ്, സെഡ്രസ്, ജിങ്കോ ഇങ്ങനെയുള്ള പ്ലാന്റുകളിൽ ബ്രാഞ്ചഡ് ആണ്. സൈക്കസിലാണ് അൺബ്രാഞ്ചഡ് ആയിട്ടുള്ളത്. സോ സെക്കൻഡ് ഓപ്ഷൻ ഫോൾസ് ആണ്. പൈനസ് ഹാവ് നീഡിൽ ലൈക്ക് ലീവ്സ്. കറക്റ്റാണ്. പൈനസിൻ്റെ ലീഫ് നീഡിൽ പോലെ ഇരിക്കുന്നു. ദ മെഗാസ്പെറാഞ്ചിയം ഇൻ ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേം ഈസ് ഓവ്യൂൾ. ജിംനോസ്പേമിൻ്റെയും ആൻജിയോസ്പേമിൻ്റെയും മെഗാസ്പെറാഞ്ചിയത്തെയാണ് നമ്മൾ ഓവ്യൂൾ എന്ന് വിളിക്കുന്നത്. സോ 1, 3, 4 കറക്റ്റാണ്. ഇതിലെ ഓപ്ഷൻ ഫോൾസ് ആയിട്ടുള്ളത് ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ഇന്നത്തെ പരീക്ഷയിലുള്ളത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വായിച്ച് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യുക. താങ്ക് യു.